ഹലോ, ഹലോ. പറയൂ. എല്ലാവർക്കും നമസ്കാരം. അപ്പോ ദിലീപിന്റെ ആ കേസില് ഇന്നലെ വിധി വന്നിരിക്കുകയാണ്. ദിലീപിനെ 8ാം പ്രതിയായ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോ ആഹ് 2017 നടന്ന ഒരു സംഭവത്തിന്റെ മേളിൽ ഇത്രയും കാലമായിട്ട് നടന്നിട്ടുള്ള ട്രയലിന്റെ ഒരു അവസാനം, സെഷൻസ് കോടതിയിലെ അതിന്റെ അവസാനത്തില് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോ ഒരുപാട് ആൾക്കാര് ദിലീപ് പേട്ടൻ ഫാൻസ് ഒരുപാട് ആൾക്കാര് ആഘോഷിക്കുന്നു. ബഹളങ്ങൾ, കുറെ പ്രൊപ്പഗൻഡ സൈഡിൽ കൂടി നടക്കുന്നു. കുറെ പേര് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും അപ്പീലിന് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു വലിയൊരു, നമ്മൾ കണ്ടിട്ടുള്ള മാധ്യമങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ട്രയലിന്റെ ഒരു അതിജീവിതയുടെ പോരാട്ടത്തിന് ഒരു ട്രയലിന്റെ ഒരു ഒരു ചെറിയൊരു പരിസമാപ്തി ഇന്നലെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ കഴിയുന്നില്ല, ജസ്റ്റിസിനുള്ള പോരാട്ടം കഴിയുന്നില്ല എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കേസ്, ഈ ദിലീപിന്റെ ഈ കേസിനെ കുറിച്ച് നമുക്കിന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെയിൻലി എല്ലാവരുടെയും ഒരു ചൈൽഡ്ഹുഡ് ഇതുണ്ടല്ലോ, ചൈൽഡ്ഹുഡ് ജേണിയിൽ ആ കുട്ടിക്കാലം തൊട്ടേ ഇനി നമ്മൾ വളർന്നു വരുന്ന സമയം മൊത്തം ദിലീപിന്റെ സിനിമകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 90s സിനിമകൾ എടുത്ത് നോക്കിയാലും 2000 സിനിമകൾ എടുത്ത് നോക്കിയാലും ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സിനിമകളുണ്ട്. ഈവൻ ദിലീപ് നായകനാവാതെ ദിലീപ് സഹനടനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ എനിക്ക് ഓർമ്മ വരുന്നൊരു പടമുണ്ട്, കൊക്കരക്കോ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതിൽ വിജയകുമാറാണ് നായകൻ. ഇവർ കോഴി മോഷണമായിട്ടൊക്കെ നടക്കുന്ന ഒരു സിനിമ. ഇങ്ങനത്തെ കുറേ സിനിമകൾ, ഇത് ഭയങ്കര പിള്ളേരായിരുന്നിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞാണല്ലോ, ഭയങ്കര നമ്മൾ CD എടുത്ത് വന്ന് കാണുന്ന ആ സമയത്തുള്ള സിനിമകളാണ്. നമ്മൾ അതിന് മുമ്പ് റിലീസാണ്, നമ്മൾ ഇറങ്ങുമ്പോൾ CD എടുത്ത് കാണുന്ന ആ സമയത്തെ അങ്ങനെ നമ്മൾ കണ്ട് വളർന്ന് വരുന്ന ഒരു സമയമാണ് ദിലീപിന്റെ സിനിമ കണ്ട്. അതിന് മുമ്പേ ബാക്കിയുള്ള നടന്മാരുടെ സിനിമ കണ്ട് അവർ ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ കൂടെ ഈ ദിലീപിനെ അതേ ലെവൽ വെച്ച് നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കൊണ്ടുവരുന്ന സംഭവമാണ്. അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നു. ഇപ്പോൾ CD മൂസ നോക്കിയാലും അതുപോലെ തന്നെ കൊച്ചി രാജാവ് പോലത്തെ സിനിമകൾ, ഇങ്ങനെ ഒരുപാട് കുറേ ഈ ഫൺ മൂവീസ് ദിലീപിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞത് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി ആയിട്ട് കുട്ടികളുമായിട്ടൊക്കെ പോയിരുന്ന് കണ്ട് ആ ഒരു അതാണ് പലർക്കും ഈ കേസ് വന്നപ്പോൾ പോലും പലർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അങ്ങോട്ട് ദഹിക്കാത്തത് ഇതാണ് മെയിൻ കാരണം. അതായത് അവരുടെ ചൈൽഡ്ഹുഡ് ഹീറോ ആണ് ഈ ദിലീപ് എന്ന് പറയുന്ന ആള്. അയാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്കും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദിലീപിന്റെ പേര് വന്നപ്പോൾ. ആദ്യം ഈ ദിലീപിന്റെ പേര് കുറച്ച് റൂമേഴ്സ് ആയിട്ടാണ് ഈ കേസിൽ വന്നത്. അപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടു വളർന്നു വന്നൊരു നടൻ അയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ സിനിമയിൽ കാണുന്ന എന്താണ്, അയാൾ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് ഇന്നസെന്റ് തമാശകൾ, ഇന്നസെന്റ് ആണ്, ഫാമിലി ഒരുപാട് മാൻ. തമാശകൾ പറയുന്നുണ്ട്. ബോയ് നെക്സ്റ്റ് ഡോർ. പിന്നെ ബോയ് നെക്സ്റ്റ് ഡോർ, അത് തന്നെ ബോയ് നെക്സ്റ്റ് ഡോർ ഒരു ആളാണ്. പേരും അതാണല്ലോ, ജനപ്രിയ നായകൻ എന്നായിരുന്നു പുള്ളി അറിഞ്ഞിരുന്നത്. അതായത് ആൾക്കാർക്ക് ഒരു ഫാമിലിയുള്ള എല്ലാവരും ദിലീപിന്റെ സിനിമയാണെങ്കിൽ പോകുന്നു, കാണുന്നു എന്നൊരു ലെവലിൽ നിന്നിട്ടാണ് അവിടെ നിന്നാണ് ഈ കേസിലേക്ക് വരുന്നത്. പക്ഷെ എനിക്ക് ഈ കേസിന് മുമ്പ് തന്നെ ദിലീപിനോടുള്ള ആ ഫേവറേറ്റിസം പോയി. കാരണം ഇപ്പം രാജേഷ് പറഞ്ഞോളൂ, ഈ ആക്ഷൻ പടങ്ങൾ വന്നല്ലോ, ഈ ഇപ്പം റൺവേ ഉണ്ട്, കൊച്ചി രാജാവുണ്ട്. ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ വന്നത് ദി ഡോൺ എന്ന് പറഞ്ഞൊരു പടമാണ്, നല്ല ചവറ് പടമാണ്. പിന്നെ ഒരു ചെസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, റിവെഞ്ച് ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ ഒരു പടമുണ്ട്. ഇങ്ങനെ കുറേ പടങ്ങൾ വന്നു. ഇത് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഷിഫ്റ്റ് നടന്നില്ല, ഷിഫ്റ്റ് പൊട്ടിപ്പോയി. അപ്പോൾ വീണ്ടും ദിലീപ് കോമഡിയിലേക്ക് വരാൻ തുടങ്ങി. കോമഡിയിലേക്ക് വന്നത് ഇടയ്ക്ക് കാര്യസ്ഥനൊക്കെ ഇറങ്ങിയായിരുന്നു. അതിനുശേഷം കോമഡിയിലേക്ക് വരുന്നത് ഈ മായാമോഹിനി പോലെയുള്ള ഈ ദ്വയാർത്ഥ തമാശകൾ, ഭയങ്കര സ്ത്രീകളെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന റേപ്പ് ജോക്സ് ഇഷ്ടം പോലെയുള്ള അങ്ങനത്തെ സിനിമകളിലേക്ക് മാറുന്നത്. മായാമോഹിനി തൊട്ട് നോക്കി കഴിഞ്ഞാൽ മായാമോഹിനി, ശൃംഗാരവേലൻ, വില്ലാളി വീരൻ, കുറെ വേറൊരായിട്ടുണ്ട് മിസ്റ്റർ മരുമകൻ. മിസ്റ്റർ മരുമകൻ. അല്ല, ഒരു ഡോഗ് ട്രെയിനർ ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു ഡോഗ് റിംഗ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ. ഇങ്ങനെ കുറെ ഇത് നമ്മളെല്ലാം ശ്രദ്ധിച്ചറിയാം. ഇതിൽ മൊത്തം സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ജോക്സ് ആണ്, റേപ്പ് ജോക്സ് ആണ്. റേപ്പ് ജോക്സ് ഭയങ്കര നോർമലൈസ് ചെയ്താണ് ഈ സിനിമകളിലേക്ക് കാണിക്കുന്നത്. ഈ സമയത്താണ് ദിലീപിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്ന സമയമാണ്. ഒരു പടം എന്ന് പറയാൻ ഒന്നുമില്ല. അത് മാത്രല്ല, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എപ്പോഴും ഒരു നടി ഉണ്ടാവും, ഭയങ്കര അഹങ്കാരമുള്ള ഒരു നടിയാണ്. അതിപ്പോ ഏത് നോക്കിയാലും കാര്യസ്ഥ നോക്കിയാൽ ആ നായിക ഭയങ്കര അഹങ്കാരിയായിരുന്നു. മിസ്റ്റർ മരുമകളില് ഖുഷ്ബു, റിംഗ് മാസ്റ്ററുണ്ട്, ഖുഷ്ബു, ഷീല, പിന്നെ വേറെ സനുഷ. റിംഗ് മാസ്റ്ററില് അവളെ വരുന്ന നമ്മുടെ ഹണി റോസ്. കിങ് ലെയറിൽ ആശ ശരത്ത് ഓപ്പോസിറ്റ് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട്. എല്ലാ സിനിമകളിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അവരെ മര്യാദ പഠിപ്പിക്കുകയാണ് മെയിൻ സാധനം. അവരെ മര്യാദ അതെ, ജയറാമിന്റെ സമയത്താണെങ്കിൽ അതൊരു നമ്മളിപ്പോ ഈ റീല് കാണാറുണ്ടല്ലോ,
നോട്ട് ഓൾ ജയറാം മൂവീസ് ബട്ട് ഓൾവേസ് എ ജയറാം മൂവി എന്ന് പറഞ്ഞിട്ട് റീല് സാധനമുണ്ട്. ഇതിലല്ല അതിന്റെ ഒരു അതിന്റെ ഒരു ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഈ റേപ്പ് ജോക്സ് ഒക്കെ ഇത്രയും നോർമലൈസ് ചെയ്ത് ദ്വയാർത്ഥ തമാശകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള സിനിമകളായിരുന്നു ദിലീപിന്റെ ഒരു കുറെ കാലത്തെ സിനിമകൾ എന്ന് പറയുന്നത്. ആ സമയത്താണ് ഈ കേസും വരുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ സിനിമകൾ, പക്ഷെ ഈ സിനിമകളെ ഹിറ്റാണ് കേട്ടോ, ഭയങ്കര ഇതെല്ലാം സൂപ്പർ ഹിറ്റാണ്. മായാമോഹിനി നോക്കിയാലും ഈ മിസ്റ്റർ മരുവൻ നോക്കിയാലും ഈ ശൃംഗാരവേൽ നോക്കിയാലും അതെല്ലാം സൂപ്പർ ഹിറ്റ് സിനിമകളാണ്. ആൾക്കാർ ഇങ്ങനത്തെ ജോക്സ്, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഇപ്പം പുരോഗമനപരമായിട്ട് പോലും നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ സിനിമകൾ ആൾക്കാർ അപ്പാടെ തള്ളാൻ തുടങ്ങിയത്. ആ സമയത്തൊക്കെ ഇത് ആൾക്കാർ ഭയങ്കരമായിട്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ മായാമോഹിനി ഇറങ്ങിയ സമയത്ത് വൻ തിരക്കാണ് തിയേറ്ററിൽ. തിയേറ്ററിലേക്ക് അടുക്കാൻ പറ്റില്ല. ഞാൻ തിയേറ്ററിൽ കണ്ട പടമല്ല, ഞാൻ തിയേറ്ററിൽ നിന്ന് അടുക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്ക്, കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുന്നു. ഈ സിനിമ ടി വി വന്ന് കണ്ടപ്പോഴാണ് ഇത് എന്തോരം വൃത്തികെട്ട സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായത്. അതില് ദിലീപ് പെൺവേഷം കെട്ടി വന്നിട്ട് എത്രത്തോളം ഒരു സ്ത്രീയുടെ ബോഡി ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ തമാശ എന്ന രീതിയിലും റേപ്പ് ജോക്ക് എന്ന രീതിയിലും എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് എനിക്ക് ദിലീപിനോടുള്ള ഇഷ്ടം കുറഞ്ഞു തുടങ്ങിയത്. അനുപ എനിക്ക് ഇഷ്ടമായിരുന്നു, ദിലീപ് എന്ന നടനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പുള്ളിക്കാരന്റെ സിനിമകൾ ഞാൻ ഭയങ്കര ആസ്വദിച്ച് കാണുന്ന സിനിമകളായിരുന്നു. ഈ പിന്നെയാണ് അതിന് ശേഷമാണ് ഈ കേസ് വരുന്നത്. ഈ കേസ് വന്ന് പിന്നെ മൊത്തം അറിയാലോ, അവിടെ നേരെ താഴോട്ട. ഇതിനിടയ്ക്ക് 2 പടം, ഒരു ജയിലിലായിരുന്നപ്പോൾ രാംലീല എന്ന് പറഞ്ഞ പടം ഹിറ്റായി. പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ പടമാണ് തട്ടിമുട്ടി ഓടി. ഈ ഒരു 8 വർഷ ഗ്യാപ്പിനകത്ത് 2 പടമാണ് ഓടിയത്. അത്രയും വലിയ ഡൗൺഫാളിലേക്കാണ് വീണിരിക്കുന്നത് അയാൾ. ഐ മീൻ ഇതില് പറയേണ്ട കാര്യം വെച്ചാലേ, എനിക്ക് ആ സമയത്ത് ഈ മിസ്റ്റർ മരുമകൻ കാണുമ്പോഴും ഈ മായാമോഹിനി കാണുമ്പോഴും എനിക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എക്സാക്ട്ലി മനസ്സിലാവുന്നൊന്നുമില്ല. ഞാനിത് ചിരിച്ചോണ്ടിരുന്ന് കണ്ട സാധനമാണ്. പിന്നെ കുറച്ച് ബോധം വരുന്ന പ്രായമായപ്പോഴാണ് ഇത് മൊത്തം പ്രശ്നമാണല്ലോ എന്ന് പറയുന്ന റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അത് പറയേണ്ട സാധനമാണ്. ദിലീപ് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയും ഒരു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ പവർ കൂടിക്കൂടി വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ദിലീപ് ഈ സിനിമയുടെ ഈ അണിയറ പ്രവർത്തനത്തിലും കൂടി കൈ കടത്തുന്നുണ്ട്. അതായത് കാര്യങ്ങളൊക്കെ പുള്ളി മൈക്രോ മാനേജ് ഉം. ചെയ്യുന്ന രീതിയിലേക്ക് പോയെന്നാണ് ഈ പല സംവിധായകരും പല അണിയറ പ്രവർത്തകരുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ എക്സാക്ട്ലി. അതായത് കാസ്റ്റിനെ നിശ്ചയിക്കുന്നത് മുതൽ സ്ക്രിപ്റ്റിൽ വരെ ദിലീപ് ഇടപെടും. അപ്പൊ പുള്ളിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വഴിത്തിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിയുടെ ഐഡിയയിലുള്ള ഇത് വർക്കൗട്ട് ആകും എന്ന് ചിന്തിച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷെ പുള്ളിയുടെ ആ ഒരു ജനറേഷൻ എന്നൊക്കെ കാലം സീമാൻ പറഞ്ഞതുപോലെ കാലം മാറുന്ന വൈബ് പിടിക്കുന്നതിന് പകരം വീണ്ടും സ്റ്റക്കായി കിടക്കുകയാണ്. കാരണം പുള്ളി എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന പുള്ളിയുടെ രീതിയിലാണ് സിനിമ പോകുന്നത്. അപ്പം ഈ ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് വരുന്നില്ല. പുതിയ ആൾക്കാർക്ക് അവരുടെ ഐഡിയാസോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. മാത്രമല്ല അത് കുറച്ച് അരോചകവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ പല ഇതിൽ ഇടപെടുന്നു. കാരണം സംവിധായകന്റെ കാര്യത്തിലും അതൊക്കെ ഇടപെടുമ്പോൾ, സ്ക്രിപ്റ്റ് റൈറ്ററിന് ഇതിലൊക്കെ ഇടപെടുമ്പോൾ അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഹിൻഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ഇങ്ങനെ ഈ ഇടപെടലുകൾ കൂടി പുള്ളിയുടെ സിനിമകൾ മോശമാകാൻ കാരണമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിലീപിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ മോഹൻലാലൊക്കെ ആണെങ്കിൽ ഈ നരസിംഹം എന്ന സിനിമയ്ക്ക് ശേഷം അതേപോലത്തെ ഒരു 10 പടമെങ്കിലും ഒരുമിച്ചിറക്കിയിട്ടുണ്ടായിരിക്കും. താണ്ഡവം, പ്രജ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ആ പേരിൽ തന്നെ, കുറച്ച് ചതുരംഗം, സെയിം ടെംപ്ലേറ്റിൽ ഒരു 4-5 പടം ചവറുപോലെ ഇറക്കിയിട്ടുണ്ട്. ഈ 4-5 പടവും നിലം തൊട്ടിട്ടില്ല, പൊട്ടി പാളിസായി. മമ്മൂട്ടി ആണെങ്കിൽ പോലും ഏതാണ്ട് ഈ ലെവലിൽ തന്നെ. രാജമാണിക്യം കഴിഞ്ഞതിന് ശേഷം മമ്മൂട്ടി പിന്നെ ആ ലെവൽ ഒരു പടം ഒന്നും ചെയ്യുന്നില്ല. ആ സമയത്താണ് ദിലീപ് ഈ സൈഡിൽ കൂടെ ഈ ഫോർ എക്സാമ്പിൾ വിനോദയാത്ര പോലത്തെ പടങ്ങളൊക്കെ സൈഡിൽ കൂടെ ചെയ്ത് അങ്ങനത്തെ കുറേ ഫാമിലി ആയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പടങ്ങൾ കുറേ ചെയ്ത് ആ സ്പേസ് പുള്ളി അങ്ങ് എടുത്തു. പുള്ളി അങ്ങ് എടുത്തതാണ് സ്പേസ്. പുള്ളി കാരണം ബാക്കി രണ്ടുപേരും കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് പുള്ളി സ്പേസ് എടുക്കുകയാണ് ചെയ്തത്. എടുത്തിട്ട് പുള്ളി പിന്നെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങി, പ്രൊഡക്ഷൻ തുടങ്ങി, ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഈ അമ്മയിൽ ഈ ക്രൈസിസ് വന്നു. കാശ് കൊടുക്കാനുള്ള, ബാക്കി ആർട്ടിസ്റ്റിന് കാശ് കൊടുക്കാനുള്ള ഈ ഒരു പെൻഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പെൻഷനൊക്കെ കൊടുക്കാനുള്ള കാശിന് ക്രൈസിസ് വന്നു. അങ്ങനെയാണ് അവർ ഈ 2020 എന്ന് പറഞ്ഞ പടം കമ്മിറ്റ് ചെയ്യുന്നത്. അതായത് അമ്മയിലുള്ള എല്ലാ ആൾക്കാരും കൂടെ നിന്ന് ആ പടം ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുൻകൈ എടുത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ മുമ്പോട്ട് വന്നത് ദിലീപാണ്. കാരണം ദിലീപാണ് ഒരു മൊത്തം അമ്മ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ഈ എല്ലാ വലിയ താരങ്ങളുള്ള ഈ ആൾക്കാരെല്ലാം ടീമിനെ നിയന്ത്രിക്കുന്നത് ദിലീപ് എന്ന രീതിയിൽ ദിലീപാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പടം അറിയാം, ഓഫ്കോഴ്സ് ബമ്പർ ഹിറ്റായിരുന്നു. അതിൽ നിന്ന് വന്ന പൈസയിലാണ് പിന്നീട് ഈ അമ്മ മുമ്പോട്ട് ഓടിക്കൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെ ഈ തിയേറ്റർ സംഭവം, ഈ ലിബർട്ടി ബഷീർ, ആ സമയത്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താണ് കറക്റ്റ് പ്രശ്നം, എനിക്ക് ഓർമ്മയില്ല. ലിബർട്ടി ബഷീറും തിയേറ്റർ ഓണേഴ്സുമായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായി. സിനിമകൾ ഇനി തിയേറ്റർ റിലീസ് ചെയ്യത്തില്ല എന്ന രീതിയിൽ ഈ കൈൻഡ് ഓഫ് ഒരു പ്രശ്നമാണ്. കറക്റ്റ് എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല.
ഈ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരുന്ന് ലിബർട്ടി ബഷീർ അങ്ങോട്ടും കൊടുക്കത്തില്ല, ഇങ്ങോട്ടും കൊടുക്കത്തില്ല, തിയേറ്ററിൽ സിനിമകൾ വരുന്നില്ല. ഈ ഒരു ക്രൈസിസിൽ നിൽക്കുമ്പോഴാണ് ദിലീപ് അവിടേക്ക് എൻ്റർ ചെയ്യുന്നത്. ദിലീപ് അവിടേക്ക് എൻ്റർ ഇറങ്ങി ഒരു പുതിയ തിയേറ്ററിന്റെ ഒരു അസോസിയേഷൻ തുടങ്ങി. ദിലീപ് അതിന്റെ മെയിൻ ആളായി. പിന്നെ ലിബർട്ടി ബഷീർ ഔട്ട്, ലിബർട്ടി ബഷീറിനെ കിക്ക് ഔട്ട്, പുറത്താക്കി, ചവിട്ടി പുറത്താക്കിയിട്ട് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പിന്നെ ദിലീപാണ് പിന്നെ ആ സിനിമ ക്രൈസിസ് മാറ്റിയ ഒരാള് എന്ന രീതിയിൽ ഒരു ഹീറോ, ദ ഹീറോ ഹു ചേഞ്ച്ഡ് ഇറ്റ് എന്ന രീതിയിൽ അവനാണ് ഹീറോ ആയിട്ട് അവിടെ നിൽക്കുന്ന തിയേറ്റർ ക്രൈസിസ് മാറ്റി. അപ്പൊ ഈ ലെവലിലൊക്കെ ഇത്രയും സമയം കൊണ്ട് ഈ ചെറിയ ഗ്യാപ്പിനുള്ളിൽ അവൻ വളർന്നു. ദിലീപ് നല്ല രീതിയിൽ വളർന്നു. ഈവൻ പലരുടെയും അത് പറയുന്നുണ്ട്, പല ആൾക്കാരും, പല ആക്ടേഴ്സും, പല സംവിധായകരും പറയുന്നുണ്ട് അവരുടെയൊക്കെ കരിയർ നശിപ്പിക്കാൻ കാരണം ദിലീപാണ്. ഈ പ്രശ്നം നടന്ന സമയങ്ങളിൽ ഓരോ ചർച്ചകളിലും ഓരോ സംവിധായകൻ വരും. ബൈജു കൊട്ടാരക്കര എന്നൊരു സംവിധായകനുണ്ട്, അയാളെ വന്നിട്ട് പറഞ്ഞ അയാളുടെ കരിയർ നശിപ്പിച്ചത് ദിലീപാണ്. അതുപോലെ കുറേ ആൾക്കാർ, കുറേ ചെറിയ ചെറിയ നടന്മാരൊക്കെ വന്ന് പറയാറുണ്ട് അവരുടെ കരിയറൊക്കെ നശിപ്പിച്ചത് ദിലീപാണ്, ദിലീപ് കാരണമാണ് കരിയർ നശിച്ചത്. കാരണം അത്രയും വലിയൊരു ലോബിയാണ് ദിലീപിന്റെ കയ്യിലുള്ളത്. അത് ആ ലോബി അയാൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ആലോചിച്ച് നോക്കുക, അമ്മയുടെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു, തിയേറ്റർ ക്രൈസിസ് മാറ്റുന്നു. ആ ലെവലിലേക്ക് ആ സമയം കൊണ്ട് അയാൾ അങ്ങ് വളർന്നു. ഐ മീൻ ഇത് ഞാൻ ഏറ്റവും നോട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് തിലകനെ പോലൊരു സീനിയർ ആൻഡ് വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു ആക്ടർ. തിലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വളരെ നല്ല ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരു ആക്ടർ, ആർക്കും കുറ്റം പറയാൻ പറ്റാത്ത ഒരു പെർഫെക്റ്റ് ആക്ടറാണ് തിലകൻ എന്ന് പറയുന്നത്. പുള്ളിയെ ഫീൽഡ് ഔട്ട് ആക്കാനുള്ള കപ്പാസിറ്റി ദിലീപിനുണ്ട്. ആദ്യമേ ഈ തിലകൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മള് മനസ്സിൽ കാണുന്ന വലിയ വലിയ കൊമ്പന്മാരെയാണ്. അവരായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നുള്ളതാണ്. പിന്നെ ഏതോ ഒരു ഇന്റർവ്യൂലാണ് പുള്ളി പറഞ്ഞത് ദിലീപാണെന്ന്. അപ്പം ഞാൻ എന്റെ കിളി പോയി. വാട്ട് ദ ഫക്ക് ഇസ് ഗോയിങ് ഓൺ, ആ ഒരു വൈബായി. അത് മാത്രമല്ല, ഇപ്പൊ ഗോക്കി പറഞ്ഞ ഈ കാര്യമില്ല, 2020 പ്രൊഡ്യൂസ് ചെയ്ത ദിലീപാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇത് നമുക്ക് ആദ്യമേ അറിയത്തില്ല. പിന്നെ ഇത് ആരെങ്കിലും പറയുമ്പോഴായിരിക്കും ഇത് ആക്ച്വലി ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്ത് ദിലീപാന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് പറയുമ്പോഴായിരിക്കും ഡേ ദിലീപിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സർപ്രൈസിങ് ആയിട്ട് നമ്മളത് നോക്കി കാണുന്നത്. പക്ഷെ ഐ മീൻ അതാണ് ആരും പ്രതീക്ഷിക്കുന്നില്ല ദിലീപ് ഇത്രയും ഒരു ദിലീപ് ഇത്രയും ഒരു വലിയൊരു ഫിഗറായി മാറി ഓഫ് സ്ക്രീൻ എന്നുള്ളത് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും മമ്മൂട്ടി, മോഹൻലാൽ കഴിഞ്ഞിട്ടാണ് ദിലീപ്. അപ്പം മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ആയിരിക്കും ഇപ്പൊ ആരിലും അവനെ സിനിമയിൽ എടുക്കരുത്, അവന്റെ അവസരം അങ്ങ് എടുത്ത് കളഞ്ഞേര്, അങ്ങനെയൊക്കെ പറയുന്നത് അവരായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ദിലീപിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട്. ദിലീപ് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ദിലീപ് ഇസ് ഡോമിനേറ്റിംഗ് ദി ഓഫ് സ്ക്രീൻ സീൻ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് കൃത്യമായിട്ട് കത്തുന്ന ഒരു സാധനമല്ല. ഇപ്പോഴാണ് നമുക്കത് ക്ലിയർ ആയിട്ട് ആ ഒരു പിക്ചർ കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം ഇതെല്ലാം ഇടയ്ക്ക് പൊങ്ങി വരും. പക്ഷെ എന്നാൽ നമുക്ക് അത്ര വിശ്വാസ്യത ഇല്ലാത്ത ഒരു സാധനമാണ് ദിലീപിന് ഇത്ര ഒരു അതോറിറ്റി ഉണ്ടെന്നുള്ളൊരു ഒരു കാര്യം. അതായത് ഇത് കേസ് സത്യം പറഞ്ഞാൽ ഒരു എല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. നമുക്ക് കേരളത്തിൽ ഇങ്ങനൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഉള്ള പീഡന കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു മെയിൻ സ്ട്രീം ഒരു നായികയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതും ഒരു എക്സാക്ട്ലി ഇത് സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന സാധനമാണ്. ഈ കൊട്ടേഷൻ കൊടുത്ത് ആൾക്കാരെ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സാധനം സിനിമയിലൊക്കെ വില്ലന്മാരെ ചെയ്യുന്ന സാധനം. ഇത് ഇന്ത്യയിൽ തന്നെ ഇത് റെയർ ആണെന്ന് തോന്നുന്നു. ഈ ഇന്ത്യയിലെ കൊട്ടേഷൻ ഫസ്റ്റ് കൊടുത്ത് കേസാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് കേസാണ് ഈ കൊട്ടേഷൻ കൊടുത്ത് ഒരാളെ റേപ്പ് ചെയ്തെന്ന് പറയുന്നത് ഫസ്റ്റ് കേസാണ് ഇന്ത്യയില്. ഈ ഇൻസിഡന്റ് വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനകത്തെ പ്രതികളെ പെട്ടെന്ന് തന്നെ പിടിക്കും എന്ന് അറിയാമായിരുന്നു. കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ, ഇപ്പം രാഷ്ട്രീയക്കാരാണെങ്കിലും ഈ സിനിമാക്കാരെല്ലാരും കൂടി എനിക്കൊന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിനൊരു പ്രതിഷേധ പിറ്റേന്ന് വൈകുന്നേരം തന്നെ പ്രതിഷേധ ഒരു ഇവന്റ് ഒക്കെ സംഘടിപ്പിച്ചു. അതില് ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ സംസാരിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ അവിടെ ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇത് ദിലീപ് എന്തോ പറഞ്ഞല്ലോ അതില്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കി പോകുന്നത്. സിനിമയിലുള്ള ഒരാളല്ല നമ്മൾ നോക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഇത് നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത് അങ്ങനെ അതിഭീകരമായ ഒരു പ്രതിഷേധവും ഒക്കെ സംഭവിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്നത് നമുക്ക് ഈ പറഞ്ഞതുപോലെ അവിശ്വസനീയമായ രീതിയിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് അന്നത്തെ പോലീസ് വിഭാഗം അന്ന് പറഞ്ഞത്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇങ്ങനെ ഒരു ഹൈ പ്രൊഫൈലൊക്കെ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പം ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ അറസ്റ്റിന് മുമ്പ് ദിലീപിന്റെ പേര് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചെറുതായിട്ട് ഉയർന്നു വരാൻ തുടങ്ങി. ലൈക്ക് ദിലീപാണ് ചെയ്യിച്ചത് എന്ന രീതിയിൽ റൂമേഴ്സ് വരാൻ തുടങ്ങി. ഈ റൂമേഴ്സ് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ദിലീപ് മനോരമയിൽ പോയി ഒരു ഇന്റർവ്യൂ എടുത്തു.
മനോരമയുടെ ഓൺലൈനിൽ പോയിട്ട് ഒരു ഇരുട്ട് മുറിയിൽ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ ദിലീപ് എന്നെ കുടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ തന്നെ നമ്മുടെ ഇരയുടെ തന്നെ അതോറിറ്റി എന്തോ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ കുട്ടിയെ ഞാനാണ് സിനിമയിൽ കൊണ്ടുവന്നത്. ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു. അങ്ങനെ ഇങ്ങനെ. പിന്നെ ഈ വേണു എന്നൊരു ആങ്കർ ഉണ്ട്. മാതൃഭൂമിയിലായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് വേണു എന്ന് വെച്ചാൽ മുരളി എന്ന് വെച്ചാൽ ഫ്ലൂട്ട്. വേണുവിന് ഫ്ലൂട്ട് ഊടാൻ ഭയങ്കര താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്ന രീതിയിൽ ഒരു വലിയ ഇന്റർവ്യൂ, ഒരു 40 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ട്. ഈ ഇന്റർവ്യൂ എല്ലാം ആദ്യമേ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പൾസർ സുനിയുടെ കത്ത് വരുന്നത്. ഈ കത്ത് വരുന്നത് വേറെ ആരും അറിഞ്ഞില്ല ആക്ച്വലി. ദിലീപ് തന്നെയാണ് പുറത്ത് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട്, ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അത് പ്രീ പ്ലാൻഡ് ആണ്. അതായത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ ഞാൻ ഓൾറെഡി അതിനു മുമ്പേ ഒരു പടി മുമ്പോട്ട് ചാടി എന്ന രീതിയിൽ അങ്ങ് വരുത്തി തീർക്കുകയാണ്. ഈവൻ ആ ഇന്റർവ്യൂ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് അറിയത്തില്ല. ആ സമയത്ത് പേരുകൾ വരുന്നേ ഉള്ളൂ. നമ്മളും ഓക്കെ ചെറിയ ചെറിയ അക്യൂസേഷൻസിലാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഒരു 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 മു- ഒരു ഇത് ഒരു ഒരുപടി മുന്നം എറിയുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ അതെ, മുമ്പോട്ട് ഒരു ഈ റിയൽ ആ, ലൈഫിൽ റൺവേ കളിക്കാൻ പറ്റുമെന്ന് പുള്ളി നോക്കിയാന്ന് ആ, തോന്നുന്നു. അതെ. ഇതിനകത്ത് അത് ഒരു കാര്യം ഒരുപടി പറഞ്ഞോട്ടെ, ഒരു കാര്യം ആ, പറഞ്ഞോട്ടെ. ഇതിലിടയ്ക്ക് ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഈ പുള്ളി കോൾ ഇൻ ചെയ്തിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതില് കൃത്യമായ ഒരു വിക്ടിം ഷേമിങ് നടത്തിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ സമയത്ത് പറയുന്ന ഇതാണ്, ഇരയ്ക്ക് അറിയാവുന്നയാളാണ് ഇത് അറ്റാക്ക് നടത്തിയത്. അവർ തമ്മിൽ പരസ്പരം അറിയുന്നതാണ്. ഇവർ തമ്മിൽ പരസ്പരം പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഗോവയിൽ എന്തോ അങ്ങനെ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. അപ്പൊ ഇവര് ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരം അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ ഓർക്കണം എന്നുള്ള രീതിയിൽ ആ അർത്ഥം വരുന്ന ഒരു കമന്റ് ആ, ഞാൻ കോളിൻ ഞാൻ ചെയ്ത് ഉം ഉം. പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് എവിടെ കേട്ടപ്പോ അതെ, ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചത്. ഇത് കറക്റ്റ് പക്ക വിക്ടിം ബ്ലെയിമിംഗ് ആയിട്ട്. അതായത് ഇവൻ തന്നെയാണ് പറഞ്ഞത്, നമ്മൾ ഈ അതിജീവിതയോടൊപ്പം എന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ച അതേ ആളുകളുടെ സ്വഭാവം പെട്ടെന്ന് മാറിയിട്ട് ഇങ്ങനെ അത് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ഒരു സംസാരം ഞാൻ കേട്ട എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് അതെ, പറഞ്ഞത്, അത് ഒരു മുഴം മുന്നേറിയ. അതായത് എന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു സാധനം അങ്ങ് എറിഞ്ഞിടുകയാണ്. അവിടെ ഇപ്പൊ വർക്കാവില്ലെങ്കിൽ പിന്നെ അത് അവിടെ കിടന്ന് വർക്കാവുമല്ലോ എന്ന പക്ഷെ രീതിയിൽ ആദ്യമേ എറിയുന്നതാണ്. ഇത് സംഭവിക്കുമ്പോഴൊന്നും നമുക്ക് ഈ ഒരു ധാരണ കിട്ടുന്നത് ഇപ്പൊ റെട്രോസ്പെക്റ്റീവ്ലി ഈ കേസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ സഞ്ചരിച്ചു പോയതിന് ശേഷമാണ് നമുക്കിപ്പം ഈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. മനസ്സിലാവും ഇത് അങ്ങനെ സംഭവിച്ചത് ഇപ്പം ഇതാണെന്നുള്ളത്. പക്ഷെ ഇത് സംഭവിക്കുമ്പോഴൊക്കെ നമ്മളൊരു പസിൽഡ് വേൾഡ് ആണ്. വാട്ട് ഇസ് ഗോയിങ് ഓൺ. ദിലീപും ഭാവനയും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവര് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഒരു ഒബ്വിയസ് കൺഫ്യൂഷൻ ആണ് ഇത് കാണുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ളത്. ഉം. അപ്പൊ ഇതിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഈ കേസ് അന്വേഷണം, അതായത് ദിലീപ് കൊണ്ടുപോയി പോലീസിന്റെ കയ്യില് പൾസർ സുനിയുടെ കത്ത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇത് ഏൽപ്പിച്ച അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ പറഞ്ഞ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ദിലീപിന്റെ ഈ സിനിമാ മോഡലിലുള്ള ഈ കുറച്ച് ഈ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നടന്നപ്പോഴാണ് പോലീസിന് ദിലീപിന്റെ മേലെ സംശയം വന്നത്. ദിലീപ് ആണോ ഇത് എന്ന് പറയുന്ന രീതിയിലുള്ള സംശയം പോലീസിന് വരുന്നത്. ഏം, അവര് ആ വഴിക്ക് കേസ് അന്വേഷിച്ച് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. സംഭവം അങ്ങനെ ഈ കത്ത് വന്നത് DGPക്ക് പരാതി കൊടുത്തു. പിന്നെ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് കുറേ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്, അതായത് ചാനൽ വിചാരണയ്ക്ക് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പറയേണ്ടതെല്ലാം ആ കത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, ഞാൻ പോട്ടെ, ഞാൻ പറയേണ്ടത് പിന്നെ പറയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ദിലീപിനെ നാദൃശ്യം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. എന്തോ 13 മണിക്കൂറോ 14 മണിക്കൂറോ എന്താണ് ഇരുവരെയും ചോദ്യം ചെയ്ത പോലീസ്. അത് ചോദ്യം ചെയ്ത് അപ്പൊ അറസ്റ്റ് ചെയ്തില്ല കേട്ടോ, അപ്പൊ വിട്ടയച്ചു. അന്ന് ചോദ്യം ചോദിച്ചിട്ട് വിട്ടയച്ചു. അപ്പോഴും ന്യൂസ് മീഡിയയിലൊക്കെ വരുന്നതിന്റെ ചോദ്യം ചോദിച്ചിട്ട് വിട്ടയച്ചു, എന്തോ സാക്ഷി എന്തെങ്കിലും ആയിരിക്കാം എന്ന്. പിറ്റേന്നാണ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. അതൊരു പിറ്റേന്നൊരു വൈകുന്നേരം. ഞാൻ ആ സമയത്ത് ഒരു ചാനലിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അത് ഭയങ്കര സംഭവമാണ്, അറിയാലോ. ഇങ്ങനത്തെ ദിലീപിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കാനോ നിൽക്കാനോ സമയമില്ലാത്ത സമയം. മറ്റേ ബ്രേക്കിംഗ് ബഹളം, ലൈവ് ടെലി, ഓരോരുത്തരെ വിളിക്കുന്നു, ഇങ്ങനെ ഭയങ്കര ബഹളമാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത്. ഒരു ദിവസം വൈകുന്നേരം വന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോഴാണ് ആൾക്കാർക്ക് ആക്ച്വലി ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം. അതിനു മുമ്പ് അവര് എന്തൊക്കെ റൂമേഴ്സ് വരുന്നു, ദിലീപ് അങ്ങനെ ചെയ്തു, നമുക്കറിയാവുന്ന ആളല്ലേ ദിലീപ് ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ ചിന്തയിലാണ് ആൾക്കാർ അപ്പോഴും ഇരുന്നുകൊണ്ടിരുന്നത്. ഇവൻ എനിക്ക് അതെനിക്ക് പോലും തോന്നുന്നു അറിയാവുന്ന ആൾക്കാർ. ദിലീപിന്റെ കൊളീഗ്സിനും അതൊരു ഷോക്കായിരുന്നു. കാരണം അതെ, അറസ്റ്റ് അതെ. കഴിഞ്ഞപ്പോഴാണ് പലരും ആ, അവരുടെ പ്രതികരണം ജെന്യൂൻ ആയിട്ട് തന്നെ ഒരു ഷോക്കോട് കൂടിയുള്ള ഒരു പ്രതികരണമായിരുന്നു എല്ലായിടത്തും. അതെ, ഇങ്ങനെ ചെയ്യുമെന്ന് എല്ലാവരും. കരുതിയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നത്. നമുക്ക് അതെ. ഈവൻ നമ്മൾ സാക്ഷികൾ നോക്കുന്നെങ്കിൽ പോലും ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോ അവരെന്താണ് മൊഴി കൊടുത്തത് അതല്ലല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ മാറ്റം വരുന്നുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞ ദിലീപിന് അഗൻസ്റ്റ് ആണ് സംസാരിച്ചിരിക്കുന്നത്. കോടതി ചെന്നപ്പോൾ എത്ര ദിലീപിന് അനുകൂലമായി പലതും.
എത്ര പേര് മൊഴി മാറ്റിയിട്ട് കൂറ് മാറിയിട്ടുണ്ട്? 28 പേര് 28 പേർക്ക് ഹോസ്റ്റലായിട്ടുണ്ട്. അതെ ഹോസ്റ്റലായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂറുമാറി അല്ലേ പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞു മാറ്റി. എന്നുള്ളതല്ല. മാറ്റി പറഞ്ഞു. ആ. അതെനിക്കൊന്ന് 4 പ്രധാന സാക്ഷികളാണ് പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞിട്ടുള്ളത്. ഉം. എനിക്കൊന്നത് ആ, അതെ. സിദ്ദീഖ്, പിന്നെ ഇടവേള ബാബു, ഭാമ ഭയങ്കര സർപ്രൈസ് ചെയ്യാണ്. കാരണം പണിക്കർ അടുത്ത സുഹൃത്താണ് അടുത്ത എന്നാ സുഹൃത്താണ് പറയുന്നത്. ബിന്ദു പണിക്കർ. പിന്നെ ബിന്ദു പണിക്കർ. അപ്പൊ ഇങ്ങനെ പക്ഷേ ഇങ്ങനെ ഇയാള് 4 പേരാണെന്ന് എനിക്ക് തോന്നുന്നു. തോന്നുന്നു ഈ പുള്ളി ഉണ്ടല്ലോ രജപുത്ര രഞ്ജിത്ത് എന്ന രജപുത്ര പ്രൊഡ്യൂസർ രഞ്ജിത്ത് പുള്ളിയും അഭിപ്രായം മാറ്റി മാറ്റിയപ്പോ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. മാത്രമല്ല അതിനകത്ത് വേറെ ആൾക്കാർ മാറ്റി പറഞ്ഞു. അതായത് ഈ സംഭവം നടന്ന ദിവസം ദിലീപിന്റെ വണ്ടി ഡ്രൈവറും ദിലീപിന്റെ അനിയനും ഈ പോകുന്ന വണ്ടിയുടെ പിറകെ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് CDR ഡാറ്റ കൊടുക്കുന്നുണ്ട്. അത് പോലീസിന്റെ കയ്യിലുണ്ട്. പോലീസ് പുറത്തു വിട്ടതാണ്. അത് ഇവർ രണ്ടും ഇതേ സമയം അതേ വഴിയിൽ ഇവരുടെ പിന്നാലെ CDR ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോൾ ഡയറക്റ്റീവ് അങ്ങനെ എന്തോ ആണ്. കോൾ മൊബൈൽ ഫോൺ വെച്ചിട്ടുള്ള സാധനം. ഫോൺ മൊബൈൽ ട്രാക്ക് ചെയ്യുന്ന മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതാണ് സംഭവം. അപ്പോ ആ തികച്ചും ആകസ്മികമായി ഫോളോ ചെയ്യുന്നത്. അതെ, അത് ഈ സമയത്ത് ഈ വണ്ടി പിറകെ പോകുന്നുണ്ട്. അവര് നടി ആക്രമിക്കപ്പെടുമ്പോ അതേ റൂട്ടിൽ അതേ സമയത്ത് ഈ വണ്ടി പിന്നാലെ പോകുന്നുണ്ട്. അപ്പോ ഈ വണ്ടിയിൽ ദിലീപ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവര് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് അല്ല ഈ ദിലീപ് ഇല്ലെങ്കിൽ ഇത് വണ്ടി ആരുടെയാണ്? ദിലീപിന്റെ വണ്ടിയാണ്. ദിലീപിന്റെ വണ്ടി ദിലീപ് ഇല്ലാന്ന് തന്നെ വെച്ചോളൂ. പക്ഷെ എന്തിനാണ് ആ റൂട്ടിൽ തന്നെ പോകുന്നത്? അപ്പൊ അതെ, അതാണ് അത് വേറെ ആൾക്കാരാണ്. ദിലീപ് അല്ല. ദിലീപ് ആ സമയത്ത് ആശുപത്രിയിലായിരുന്നു എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവരുണ്ടാക്കി. ആയിക്കോട്ടെ, എങ്കിലും ദിലീപിന്റെ വാഹനം ഇതിന്റെ പുറകെ പോകുന്നതിന്റെ ആവശ്യകത തികച്ചും ആകസ്മികമായിട്ടുള്ള ഒരു ചായ കുടിക്കാൻ പോയതാണ് ആ വഴി അല്ലേ? 2022 എന്തോ റിപ്പോർട്ടറില് ഒരു അവർക്ക് അത്രേ വേണ്ടു. ദിലീപ് ഇല്ലാന്ന് പറഞ്ഞാൽ മതിയല്ല അവർക്ക്. 2022 റിപ്പോർട്ടർ ഒരു സാധനം ബ്രേക്ക് ചെയ്തതിൽ ദിലീപിന്റെ അനിയൻ ഒരു ലോയറുമായിട്ട് സംസാരിക്കുന്നതാണ്. ലോയർ അനിയനെ പഠിപ്പിക്കുന്നതാണ്, ഇങ്ങനെയാണ് പറയേണ്ടത്. എവിടെയായിരുന്നു ദിലീപിന് എന്താ ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻ അത് അവൻ അങ്ങനെ എന്തോ അവൻ ഹാർട്ട് അറ്റാക്ക് എന്തോ ആദ്യം പറയുന്നത് അനിയൻ പറഞ്ഞ. അപ്പൊ അവന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണ്, അപ്പൊ ആശുപത്രിയിലായിരുന്നു എന്നിങ്ങനെ പറയാമെന്ന് ലോയർ പറഞ്ഞു കൊടുക്കുന്നത്. ആക്ച്വലി ഈ മെഡിക്കൽ റിപ്പോർട്ട് വ്യാജമാണെന്ന് അവിടുത്തെ നഴ്സ് എന്ന് പറഞ്ഞതാ. പക്ഷെ ഈ 2 ഡോക്ടർമാരും അവസാനം ഈ കോടതിയിലേക്ക് വന്നപ്പോൾ കൂറുമാറി. അത് വ്യാജമല്ല, അത് ഒറിജിനലാണ്, ദിലീപ് അവിടെ ആയിരുന്നു എന്ന് അവര് മൊഴി കൊടുത്തു. അപ്പോ അത് പോയല്ലോ, സാധനം പോയല്ലോ, കഴിഞ്ഞില്ലേ. ഇങ്ങനെയാണ് ഓരോ തെളിവുകളും. അല്ലെങ്കിൽ കോൺക്രീറ്റ് എവിഡൻസ് അല്ല, ആക്ച്വലി കോർട്ട് നോക്കുന്ന കോൺക്രീറ്റ് എവിഡൻസ് ആയിരിക്കും. പക്ക മേ ബി ഗൂഢാലോചനയും കൂടെ ആണല്ലോ. അപ്പൊ അതിന് അത്രയും കോൺക്രീറ്റ് ആയിട്ടുള്ള ഈവൻ മാത്രമേ ഉള്ളൂ ഇവിടെ. സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കോൺക്രീറ്റ് ആയിട്ട് ഭയങ്കര പെർഫെക്റ്റ് ഒരു എവിഡൻസ് ഇല്ല എന്നതൊരു സാധനമുണ്ട്. ഇതെല്ലാം ഒരു സാഹചര്യ തെളിവുകളാണ്. ഈവൻ ഇതിന്റെ 1 മാസം മുമ്പ് പൾസർ സുനി, ദിലീപിന്റെ എല്ലാ ലൊക്കേഷനിലും പൾസർ സുനി ഉണ്ട്. അപ്പൊ ആൾക്കാർ നമ്മൾ ഈ പേട്ടൻ ഫാൻസിന്റെ അടുത്തേക്ക് ഇത് പറഞ്ഞ് നമ്മൾ തല്ലുണ്ടാക്കുമ്പോൾ അവർ പറഞ്ഞു അതിനെന്താ പൾസർ സുനിക്ക് അവിടെ വന്നൂടെ, പൾസർ സുനിക്ക് വേറെ വല്ല ബിസിനസ് കാണും. അത് ദിലീപ് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇയാളെ അറിയില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ, എനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അത് ബ്രേക്ക് ആയി. ഇവര് തമ്മിൽ അറിയാം എന്ന് പറഞ്ഞ റിപ്പോർട്ടറില് ബ്രേക്ക് ആയിരുന്നു. അതായത് പൾസർ സുനി ഒരു 1.5 മാസം ദിലീപിന്റെ എല്ലാ സെറ്റ്, ദിലീപിന്റെ സൗണ്ട് തോമ എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരുന്നു, ദിലീപിന്റെ ജോർജ് ഏട്ടൻ സ്പൂരം എന്ന് പറയുന്ന സെറ്റിലുണ്ടായിരുന്നു. പിന്നെ വേറെ ഏതോ ഒരു പടവും കൂടെ പറയുന്നുണ്ട്. പിന്നെ മുകേഷും ദിലീപും താമസിച്ചിരുന്ന ഹോട്ടലിൽ പൾസർ സുനിയുടെ ഇതെല്ലാം ഈ CDR ഡാറ്റ നോക്കുമ്പോഴാണ് അറിയുന്നത്. പൾസർ സുനി അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും മുകേഷിനെ കാണാൻ വന്നതല്ലോ. ഒന്നീ മുകേഷിനെ കാണാൻ വന്നത് അല്ലെങ്കിൽ ദിലീപിനെ കാണാൻ വന്നത്. അല്ലാതെ പൾസർ സുനിയെ വെറുതെ അവിടെ മാത്രമല്ല, ഇതിനു മുമ്പെല്ലാം ദിലീപുള്ള സ്ഥലങ്ങളിലെല്ലാം അവനുണ്ട്. അവന്റെ സാന്നിധ്യം അവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവൻ സെൽഫി പോലും ഏറ്റവും ബാക്കിൽ ഇങ്ങനെ തല പൊക്കി ഒരു ഫോട്ടോ ബോംബിംഗ് പോലെ ഇങ്ങനെ തല എത്തി ദിലീപിനെ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോഴും പല പേട്ടൻ ഫാൻസും പറയുന്ന അത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ്. അതായത് ആ സെൽഫി വെച്ചിട്ട് ഇവര് പാവം ഞങ്ങളുടെ പേട്ടനെ ഇതിനകത്ത് പെടുത്താൻ നോക്കുന്നു. ഈ മെഡിക്കൽ റിപ്പോർട്ട് ഫാബ്രിക്കേറ്റ് എന്ന് ഇവരാരും സംസാരിക്കുന്നത്, ആരും മിണ്ടുന്നൂലുമില്ല, അത് ആർക്കും അറിയത്തൂലുമില്ല. പിന്നെ അതുപോലെ ഒരു വിറ്റ്നസ് മുമ്പോട്ട് വന്നല്ലോ, മരിച്ചുപോയ ബാലചന്ദ്രൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുറച്ച് പുറത്തു വിട്ട കുറച്ച് കോൾ റെക്കോർഡിങ്സ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണല്ലോ വീണ്ടും അതിന്റെ ഒരു പുതിയൊരു അധ്യായം. അതായത് ഓൾമോസ്റ്റ് എന്താവാൻ പോയ കേസ് ഒന്നും കൂടി ഒരു റീബർത്ത് വന്നതാണ് അതോടുകൂടി. അതായത് ബേസിക്കലി ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തിയപ്പോഴേക്കും സാക്ഷികളെല്ലാം
ഹോസ്റ്റലായി. അവരെല്ലാരും കൂറുമാറി സാധനങ്ങൾ മാറ്റി പറയാൻ തുടങ്ങി. അത് അങ്ങനല്ല ഉദ്ദേശിച്ചേ. മറ്റേ ഇടവേള ബാബു റിട്ടേൺ ആയിട്ട് എനിക്ക് കംപ്ലൈന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കോടതിയിൽ അങ്ങനെ പറഞ്ഞതൊക്കെ പുള്ളി പറയുന്നത്. സിദ്ദിഖ് പറഞ്ഞത് അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞ എനിക്ക് ഓർമ്മയേ ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാ സിദ്ദിഖ് പറഞ്ഞത്. അതായത് ഇവിടെ ബേസിക് ഫാക്ട്സ് നോക്കണം. ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത് ഈ നടി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഓക്കെ. ആൻഡ് ഇത് ഈ ഒരു സാധനം വളരെ പ്ലാൻഡ് ആണെന്നുള്ളതും വളരെ ക്ലിയർ ആണ്. ഒരു കൺസ്പിറസി ആണ്. സോ ദർ ഹാസ് ടു ബി എ കൺസ്പിറേറ്റർ. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. കൺസ്പിറസി ആണെന്നുണ്ടെങ്കിൽ, പ്ലാൻഡ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ someone has to plan it. പൾസ് ഇരുന്ന് ആലോചിച്ചിട്ട് ഇന്നൊരാളെ ഒരു നടിയെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് രാവിലെ എല്ലാവരെയും കൂട്ടി അങ്ങ് ഇറങ്ങുകയാണ്. എന്നിട്ട് ഈ നടിയുടെ ഡ്രൈവറിനെ കാശ് കൊടുത്ത് അവനെ വശത്താക്കി, എന്നിട്ട് അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ ബലാത്സംഗം ചെയ്യാണ്. അങ്ങ് വെറുതെ ഒരു ഫോർ ഫൺ, ഒരു ഗുണ്ട, ഒരു ഗുണ്ട സാധാരണ ആൾക്കാരെ നിന്ന് പൈസ മേടിച്ചിട്ട് ആൾക്കാരെ തല്ലാനും ഇടിക്കാനും വിരട്ടാനൊക്കെ പോകുന്ന ഗുണ്ട പെട്ടെന്നൊരു ദിവസം അവനങ്ങ് ഒരു ബോധോദയം ഉണ്ടായി, എനിക്ക് ആരെങ്കിലും ഒന്ന് റേപ്പ് ചെയ്യണം, ഒരു നടിയെ തന്നെ എനിക്ക് റേപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങി പോവാണ് എന്ന രീതിയിലാണ് ഇവിടെ ആൾക്കാർ ഇപ്പോൾ ഇതിനെ കൊണ്ടുപോകുന്നത്. ദിലീപിന് ഇത് യാതൊരു ബന്ധവുമില്ല, അതിനെ പിന്നെ ഒരു കൺസ്പിറസി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ദിലീപ് ഇപ്പൊ ഈ വിധി വന്നതിന് ശേഷം ദിലീപ് വന്നെന്താ പറഞ്ഞത്, ഇത് മഞ്ജു വാര്യറും മറ്റേ സന്ധ്യ IPS കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെ കുടുക്കിയതാണ് എന്നതാണ് ഒന്നും പറഞ്ഞില്ല, ഉയർന്ന പോലീസ് ആ ഉദ്യോഗസ്ഥ. അതെ, ഉദ്ദേശിച്ച അവരെ തന്നെയാണ്. നമുക്കറിയാം. സെൻകുമാർ എന്ന് പറഞ്ഞല്ലോ, സെൻകുമാർ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ദിലീപിനെ അനുകൂലിച്ച്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവൻ ഈ 8-9 വർഷം ഇവന്റെ കരിയർ മൊത്തം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് ഈ കേസ് കാരണം. അവനെ മിക്ക പബ്ലിക് ഈവന്റ്സിലും ആരും വിളിക്കാറില്ല, പലയിടത്തും വലിഞ്ഞേറി ചെല്ലുന്നതെന്നൊക്കെ ഒരു റൂമേഴ്സ് ഉണ്ട്. ദിലീപ് ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ എന്തോ ഒരു പരിപാടി നടന്ന് വലിഞ്ഞേറി ചെന്നതാണെന്നാണ് പറയപ്പെടുന്ന. ആൾക്കാർ ഈ എതിർ ഫാൻസ് കളിയാക്കുന്ന അത് വെച്ചിട്ടാണ്. 8 വർഷം ഉണ്ടല്ലോ, ഈ 8 വർഷത്തിനിടയ്ക്ക് ഇങ്ങനൊരു അവനെതിരെ ഒരു കൺസ്പിറസി ഉണ്ട്, അവൻ ഇങ്ങനെ 2-3 ആൾക്കാരാണ് അവനെതിരെ കൺസ്പിറസി ചെയ്യുന്നത് എന്ന് പറയാനോ അതിന് അന്വേഷണം വേണമെന്ന് പറയാനോ ഒന്നും തോന്നിയിട്ടില്ല. വിധി വന്നതിൻ്റെ അന്ന് ഓക്കെ, ഇനി ഞാൻ പറയാം എനിക്കെതിരെ കൺസ്പിറസി നടന്നിട്ടുണ്ട്, മഞ്ജു വാര്യറാണ് ആദ്യം അത് പറഞ്ഞത്, ഒരു ഉയർന്ന IPS ഉദ്യോഗസ്ഥ അതിന് കൂട്ടുനിന്നു, എന്നെ കുടുക്കിയതാണ്, അതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു ആരാണ്, ഇതിന് തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മാസം ചോദിച്ചാൽ നിങ്ങൾ പോയി അന്വേഷിക്കും, ഇത്ര നാൾ അന്വേഷിച്ചല്ലേ എന്ന് പറഞ്ഞ് കാറിക്കൽ പോയി. ഇതാണ് ഇതൊരു തരം ഡോഗ് വിസ്ലിംഗ് ആണ്. അതായത് വ്യക്തികളെ ഫാൻസിന് ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇട്ട് കൊടുക്കുന്നത്, ഓഫ് കോഴ്സ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ജു വാര്യർ ഇട്ട് കൊടുക്കുക. അവിടെ മഞ്ജു വാര്യറാണ് ഇതിന് ആദ്യം ഇങ്ങനെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളാണ് ഇതില് എന്നെ കൊടുക്കാനായിട്ട് മുമ്പിട്ട് നിന്നത് എന്ന രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അതായത് ഇതൊരു കൺസ്പിറസി ആണ് എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ. അതായത് ലൈക്ക് എവരി വൺ നോസ് ദാറ്റ് ദിസ് ഇസ് എ കൺസ്പിറസി, സോ ദർ ഹാസ് ടു ബി എ കൺസ്പിറേറ്റർ. സോ ഹൂ ഇസ് ദ കൺസ്പിറേറ്റർ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ഇടയ്ക്കാണ് ഇവൻ തന്നെ കൊണ്ടുപോയി കുറെ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ഇവരെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പം ഈ കൺസ്പിറേറ്ററിനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ തന്നെ കുറെ സാധനങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുത്ത് അങ്ങനെ പോലീസിന് പെട്ടെന്ന് സംശയം ഇവന്റെ മേലെ വരികയാണ്. ഇത് മറ്റേ ദൃശ്യം പടം കണ്ടിട്ട് ദൃശ്യം മോഡൽ കൊലപാതകം ചെയ്ത് പെട്ട ടീമിന്റെ ഒരവസ്ഥയാണ്. അപ്പൊ അതേപോലെ പോലീസിന്റെ അറ്റൻഷൻ നേരെ ഇങ്ങോട്ട് വരുന്നു. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ 4ഓളം സാക്ഷികള്, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ ഇവർക്ക് ഈ നടിയോട്, ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നടിയോട് പ്രശ്നം ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. അവരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതം കുളവാക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങള് ഇവര് പോലീസിന്റെ അടുത്ത് സാക്ഷ്യം പറയുന്നുണ്ട്. ഓക്കെ. സോ അവിടെ തന്നെ ഈ പറഞ്ഞ പോലീസിനപ്പം ഈ മോട്ടീവും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വരികയാണ് പയ്യെ. ആ ഒരു ഇതിന്റെ ബേസിസിലൊക്കെയാണ് ദിലീപ് ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ളത് അവർ കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ അത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഈ സാക്ഷികളെല്ലാം കൂറുമാറി. ഈ പൾസർ സുനിയും പുള്ളിയും തമ്മിലുള്ള കണക്ഷൻ പയ്യെ പുള്ളി അതൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ, സെറ്റ് വന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി അത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കെട്ടടങ്ങി. ആ സമയത്താണ് രാജേഷ് പറഞ്ഞ മറ്റേ മൂപ്പറുടെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ബാലചന്ദ്ര മേനോട് പുള്ളി വരുന്നത്, ബാലചന്ദ്ര കുമാറോ, അതൊരു ബാലേന്ദ്രമേനോ സിനിമാക്കാരൻ, അതല്ല. അതല്ല ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ. അതെ. അത് പുള്ളി വളരെ ഈ ന്യൂസ് മിനിറ്റും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു ധൈര്യത്തിനെയും മുമ്പോട്ടേക്ക് വരാൻ കാണിച്ച ഒരു ഇതിനെയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് പുള്ളിയുടെ എൻട്രി, അപ്പോഴാണ് ആ സമയത്താണ് ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. ഈ സംഭവം ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു പോകും എന്ന ലെവലിലാണ് തോന്നുന്നു ബാലചന്ദ്രന്റെ ഒരു അതും റിപ്പോർട്ടറിനാണ് ആക്ച്വലി പുള്ളിക്കാരന് ഒരു ബാക്കി ആരും ഏറിയാൻ തയ്യാറായില്ല. റിപ്പോർട്ടറാണ് ഈ റോഷിപാൽ എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് അന്ന് അത് ഇന്റർവ്യൂ ചെയ്തതും
അപ്പോൾ അവിടെ നിന്നാണ് വീണ്ടും കേസ് വീണ്ടും പൊങ്ങി വന്നു തുടങ്ങി ആക്ച്വലി. ഇത് ഏതാണ്ട് അണഞ്ഞൊരു കേസ് വീണ്ടും പൊങ്ങി വന്നത് ഈ പുള്ളിയുടെ ഈ മൊഴിയുടെ ഒക്കെ പേരിലാണ്. അതും പറഞ്ഞ മൊഴികളിൽ ഒന്ന് ദിലീപ് ഈ വീഡിയോ വീട്ടിലിരുന്ന് കാണുന്നത് ഇയാൾ കണ്ടു. ദിലീപിന്റെ കൂട്ടാളികളിരുന്ന് കാണുന്ന ഇയാൾ കണ്ടു. അതാണ് അതിലെ ഏറ്റവും വലിയ ഒരു വെളിപ്പെടുത്തൽ. ആ വീഡിയോ ദിലീപ് കണ്ടു. അതും എവിടെ ഇരിക്കുന്ന വീഡിയോ? കോർട്ടിലിരിക്കുന്ന വീഡിയോ. കോടതിയിലിരിക്കുന്ന വീഡിയോ ആണ്. കോടതിയിൽ കോടതിയിൽ That is like അത് ഭയങ്കരമായ ഒരു ഗുരുതരമായ വീഴ്ചയാണ്. പക്ഷെ അതെ. അത് നമുക്ക് അറിയാം. നമുക്ക് സംഗമേശ്വരൻ എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ആളാണല്ലോ. പുള്ളിയൊക്കെ ഇവിടെ ചാനൽ ചർച്ചകളിലൊക്കെ പോയി IT എക്സ്പെർട്ട് ഇതിന്റെ ഹാഷ് വാല്യൂവിനെ കുറിച്ചും കുറെ കാലം അതായിരുന്നു ചർച്ച. അത് അത് തെളിഞ്ഞു. അതായത് ഹാഷ് വാല്യൂ മാറി, ആരോ അത് ആക്സസ് ചെയ്തു എന്ന്. അത് തെളിഞ്ഞു ആക്ച്വലി. അത് അവര് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ നടി സുപ്രീം കോടതിയിൽ എന്തോ ഹർജി എന്തോ കൊടുത്തു ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച്. അപ്പൊ അതിനുശേഷം അന്വേഷണം നടന്ന ശേഷം അത് 3 പ്രാവശ്യം അത് തുറന്നു എന്നാണ് പറയുന്നത്. ഈ 3 പ്രാവശ്യം അത് യൂസ് ചെയ്തു. ഹാർഡ് ഡ്രൈവ് പെൻ ഡ്രൈവ് അൺഅഡ്രസ്ഡ് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നാണ് അവര് നടത്തിയ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചത്. അത് ഒഫീഷ്യലി കണ്ടുപിടിച്ച സാധനമാണ്. അപ്പോൾ അത് പക്ഷേ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷണമൊന്നും ഉണ്ടായിട്ടില്ല. ആര് എടുത്തു, എന്തിനു തുറന്നു, ആരൊക്കെ കണ്ടു, ഇതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. അതവിടെ തീർന്നു ആക്ച്വലി. ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇന്നത്തെ വിധി ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ വിധി നമുക്ക് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നു, ബട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ ഈ ഫോറൻസിക് റിപ്പോർട്ട് 2020 ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇപ്പം ഈ വിധി പറഞ്ഞ ജഡ്ജിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അത് പ്രോസിക്യൂട്ടറും പോലീസുമായിട്ട് ഷെയർ ചെയ്തില്ല എന്നാണ് ന്യൂസ് മിനിറ്റിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചത്. ആർട്ടിക്കിൾ പറയാം. അതെ. അപ്പം അല്ല, അവരുടെ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പൊ അത് ഫോർ ഐ തിങ്ക് 2 years, അപ്രോക്സിമേറ്റ്ലി 2 years ഈ റിപ്പോർട്ടിൽ സിറ്റിംഗ് ഓൺ ഇറ്റ്. അപ്പൊ അതെന്നൊക്കെ പറയുന്നത് അതിഭീകരമായിട്ടുള്ള വീഴ്ചയാണ്. ലൈക്ക് ഇറ്റ് കോൾസ് ഇൻ ടു ദി എഫിഷ്യൻസി ഓഫ് ദ ജസ്റ്റിസ് സിസ്റ്റം ഇറ്റ് സെൽഫ്. നമുക്ക് നീതി ലഭിക്കുമെന്ന് പറയുന്ന നീതിപീഠത്തിന്റെ മേലിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ. ആൻഡ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടന്നപ്പോൾ എനിക്കൊന്ന് ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്ത ആരൊക്കെയാണെന്നുള്ളത് എനിക്കൊന്ന് ഞാൻ ന്യൂസ് മിനിറ്റിൽ ഇതിനകത്ത് വായിച്ചിരുന്നു. അവര് ലൈക്ക് ട്രൈ ടു ഐഡന്റിഫൈ ഇറ്റ്. പക്ഷെ പിന്നീട് അതിനുശേഷം അവർക്കെതിരെ ആക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ജഡ്ജിന് ഇത് അറിയായിരുന്നു ഈ ജഡ്ജിന് ഇങ്ങനത്തെ ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ് അറിഞ്ഞിട്ടും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജഡ്ജ്. ഒരു ഫോറൻസിക് റിപ്പോർട്ട് ഇവരുടെ കയ്യിൽ കിട്ടി, അവരത് പോലീസും പ്രോസിക്യൂട്ടറുമായിട്ട് ഷെയർ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. അപ്പം അത്രയാണ് നമുക്കറിയാവുന്ന അല്ല, ഡീറ്റെയിൽസ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതേ ജഡ്ജ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? മീൻസ് ജഡ്ജായിട്ട് തന്നെ സെയിം കേസിന്? ഇത് നടിയും സർക്കാരും ഈ ജഡ്ജിനെ മാറ്റണം എന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ തവണ അവർ അപ്പീൽ പോയിട്ടുണ്ട്. ജഡ്ജിനെ മാറ്റണം. ആക്ച്വലി ജഡ്ജ് വന്നത് തന്നെ ഈ നടി പറഞ്ഞിട്ട് എനിക്കൊരു വനിതാ ജഡ്ജ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ജഡ്ജി വന്ന് 10 മാസത്തിനകം തന്നെ എനിക്കിതൊരു സെക്കൻഡ് ട്രോമയാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ജഡ്ജിനെ മാറ്റണമെന്നാണ് നടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നടിക്കൊപ്പം ഗവൺമെന്റും ചേർന്നാണ് ജഡ്ജിനെ മാറ്റണം എന്ന് ഒന്നിൽ കൂടുതൽ തവണ അപ്പീൽ പോയി എന്നാണ് ഞാൻ വായിച്ചതിൻ്റെ അറിവ്. എനിക്ക് ചെറിയ ഓർമ്മ കിട്ടുന്നില്ല. ഒന്നിൽ കൂടുതൽ പോയിട്ട് എത്ര തവണ പോയിട്ടൊന്നും എനിക്കറിയില്ല. ആക്ച്വലി സർക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണ് പോയത്. പക്ഷെ എന്നിട്ടും മാറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ തന്നെയാണ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഈ ജഡ്ജിയെ മാറ്റണം എന്നുള്ള ഒരു റിക്വസ്റ്റ് മാനിക്കപ്പെട്ടില്ല. സോ അവരെന്നെയാണ് ഈ കേസിന്റെ വിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറച്ച് ഈ നമ്മള് സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ചില ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ വീഴ്ചകൾ, ഈ എവിഡൻസ് റൂമിൽ നിന്ന് സാധനം കാണാതെ പോകുന്നു. മറ്റേ ദൃശ്യ സിനിമയിലൊക്കെ നമ്മളത് കാണുന്നത്. അതുപോലുള്ള സാധനമൊക്കെ റിയാലിറ്റിയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ പല ആൾക്കാർക്കും ഈ ജസ്റ്റിസ് സിസ്റ്റത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു അഭിപ്രായം പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കേസ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നടന്ന സംഭവങ്ങളും കൂടെ നമ്മൾ ആക്ച്വലി കവർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ കേസ് നടക്കുമ്പോഴാണ് ആൾട്ടർനേറ്റീവ് ആയിട്ട് WCC എന്നൊരു സംഘടന തുടങ്ങി വരുന്നത്. ആക്ച്വലി ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, ആ സമയത്താണ്
കാരണം ആ ഒരുപാട് സമയത്ത് WCC തുടങ്ങുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അമ്മയുടെ ഒരു പെർഫോമൻസ് കാരണമാണ്. അന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞ സിനിമയെക്കാളും എന്റർടൈൻമെന്റ് ആണ് ഈ അമ്മ പ്രസ് സംഘടനയുടെ മീറ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പ്രസ് മോഹൻലാലിന്റെ പടം വരെയാണോ? അല്ല ലാലേട്ടൻ പടം വരയ്ക്കുന്നു. ഞാനൊന്ന് ഇക്കൊന്നും മിണ്ടുന്നില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല സാധനം അല്ലെ. ഇക്കൊന്നും മിണ്ടുന്നില്ല. മുകേഷ് അപ്പുറത്ത് എണീച്ചു ദിലീപ് ഇവിടെ ഇരിപ്പില്ലേ, ദിലീപ് ഇവിടെ ഇരിപ്പില്ലേ, പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം എന്നാ മുകേഷ് ഒരു സൈഡിൽ ചോദിക്കുന്നു, ഗണേഷ് വേറൊരു സൈഡിൽ ചോദിക്കുന്നു. അവരെന്തോ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ ബാക്കിൽ നിന്ന് കുറെ ആൾക്കാർ കൈയടിക്കുന്നു, കൈയടിച്ചപ്പം ദേവൻ എണീച്ചു അങ്ങോട്ട് നോക്കടാന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ആക്ച്വലി അത് ആ അല്ല, സമയത്ത്. നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു ഈ അതിജീവിതയുടെ കൂടെ നിന്ന ആൾക്കാർക്ക്, അതിജീവിതം ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് പിന്നെ രാജിവെച്ച് പോകേണ്ടി വന്നു. അതിൽ നിന്ന് മാറാൻ കാരണം നിൽക്കാതെ വേറെ വഴിയില്ല. ഇവരിതൊരു കുടുംബ പ്രശ്നമാക്കി അതെ. മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളത് ഹഷ് ഹഷ് ചെയ്ത് വെക്കാനാണല്ലോ നമ്മുടെ അന്തസ്സും മറ്റേ നമ്മൾ എല്ലാ ഒരുമിച്ച്, പരിപാടിയൊക്കെ ഞങ്ങൾ ഒറ്റക്കെട്ടായി, അതായത് ഇരയോടൊപ്പം വേട്ടക്കാരനൊപ്പം നമ്മൾ ഒരുമിച്ച് അത് ചെയ്തു കൊടുക്കും. അന്തസ്സുള്ള കുടുംബം അങ്ങനെയാണ്. അന്തസ്സുള്ള എല്ലാം കുടുംബം ഒളിപ്പിച്ച് കേസുകളൊക്കെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പം അവർ ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അതിനകത്ത് സ്വീകരിച്ചെന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു കുടുംബമാണ്, നമ്മളുടെ കുടുംബത്തിൽ സംഭവിച്ച ഈ ഒരു പ്രശ്നത്തെ നമുക്ക് നൈസായിട്ട് ഒതുക്കി തീർക്കാം മറ്റേ എന്ന് അതില് പറയുന്ന ഒരു മൂഡിലാണ് ഇവർ പോയെ. ലാലേട്ടന്റെ ഫേമസ് ഡയലോഗ് ഉണ്ട്, ഇരയ്ക്ക് വേണ്ടി അല്ല ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഇരയ്ക്ക് നീതിയും ലഭിക്കണം എന്നൊരു ഭയങ്കര ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട് ആ സമയത്ത്. അത് ഞാൻ വിചാരിച്ചു രാവിലെ ഡയലോഗല്ലേ ഇതിനൊക്കെ ഏട്ടനൊപ്പം കാണും, തീർച്ചയായിട്ടും കാണും. ഈ ഇതിൽ കൊണ്ടുവന്നോണ്ട് ഇപ്പൊ നടന്ന പ്രശ്നത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്. ആ ഒരു വൈബാ, മനസ്സിലായോ? ചേട്ടനും ചേച്ചി തമ്മിൽ എന്താ അടി ഉണ്ടാക്കിയ സീനാന്ന് പറഞ്ഞിട്ട് രീതിയിലാണ് ഇവര് ഡീൽ ചെയ്യുന്നത്. അപ്പം ഐ മീൻ ആ ഒരു പരിപാടിയോടുകൂടി തന്നെ ജനത്തിനും ഈ പബ്ലിക്കിനും ഈ പറഞ്ഞ സിനിമാക്കാരോടുള്ള ഈ ഓൺ സ്ക്രീനിലുള്ള ഈ പ്രോഗ്രസീവ്നെസ്സും പരിപാടിയൊക്കെ യുനോ ലൈക്ക് എവറിത്തിങ് സ്റ്റാർട്ടഡ് ക്രംബ്ലിങ്. എല്ലാ മഹാന്മാരെ അടുത്തെറിയുമ്പോ മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു പോകും ബേബിച്ചേട്ടാ എന്ന് പറയുന്ന പോലെ ഒരുപാട് വിഗ്രഹങ്ങൾ നിരത്തി ഉടച്ച ഒരു സംഭവമാണ് ആ പരിപാടി എന്ന് പറയുന്നത്. മാത്രമല്ല അമ്മയുടെ ഇടയ്ക്ക് ഡോട്ട്സ് വന്നു തുടങ്ങി, A.M.M.AI എല്ലാ ന്യൂസ് ചാനൽസും AMM എന്ന് പറയാൻ തുടങ്ങിയല്ലേ. അമ്മ അപ്പൊ ചിലര് എന്നാണ് പറയുന്നത്. ഹൻസിബയല്ലേ പറഞ്ഞത്, അങ്ങനെ പറയരുത്, അമ്മാന്ന് തന്നെ പറയണം. AMM എന്ന് വിളിച്ചാൽ ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന് വരൂല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അമ്മയാക്കി കേട്ടോ എല്ലാവരും. എനിക്ക് തോന്നുന്നു ന്യൂസ് മീറ്റ് മാത്രമേ AMM യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ അമ്മ എന്ന് തന്നെ പറയുന്നത്. ഐ മീൻ ഇതിനകത്ത് നടക്കുന്ന മറ്റൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ സമയത്ത് മീഡിയ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ മുൻനിര ടീംസിനോടാണ്, ഈ കസേര കയറി ഇരിക്കുന്ന ടീംസിനോടാണ്. അവരൊന്നും ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്തിട്ടല്ലോ ഇവിടെ വന്ന് ഇരിക്കുന്നത്. പാവ ഡയറക്ടറൊക്കെ അവിടെ പെട്ടുപോയതാ. പുള്ളി അവിടെ ഇരുന്ന് എന്തൊക്കെയോ എങ്ങനെ ഞാനിവിടെ ഇല്ല, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറയുന്ന മൂഡില് പുള്ളി എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള മൂഡിലാണ് പുള്ളി അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ? ഇതൊക്കെ ഒരു അങ്ങനെ കണ്ടാ മതി. പുള്ളി ആ ഒരു ഡിപ്ലോമസിയില് ഈ പുള്ളി സാധാരണ വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന അതേ ഡിപ്ലോമസിയിൽ ഈ വിഷയം എങ്ങനെയും ഒന്ന് ഡീൽ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ പുള്ളി കൈ നിൽക്കുന്നില്ല. എന്നിട്ട് അതിനകത്ത് ആദ്യം വന്ന കുറെ ഈ സേവിയേഴ്സ് ഉണ്ട്, ഈ സോക്കോൾഡ് പൃഥ്വിരാജ്, അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് സ്റ്റാൻഡ് എടുക്കണം, നമ്മൾ ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കണം, അകത്ത് പോയി ചർച്ച ചെയ്തിട്ട് ഞാൻ വെളിയിൽ വരാം, എന്നിട്ട് ഞാൻ പറയാം കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം നമ്മളെ വിചാരിക്കുന്നു ഓഫ് ഡാം, യൂത്ത് എന്ന് പറയുന്നത് പക്ക സ്റ്റാൻഡ്, ഇവര് സോളിഡ് ആയിട്ട് പരിപാടി എല്ലാം സെറ്റ് ആയിക്കോളും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം നനഞ്ഞ പടക്കമാണ്, അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ നടക്കുന്ന വേറൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു അൺസർട്ടൺ സിറ്റുവേഷനില് ഈ സീറ്റ് ഉറപ്പിക്കാൻ നോക്കുന്ന വേറെ കുറെ ടീംസ് ഉണ്ട്. അതാണ് ഈ ഓവർ ആത്മാർത്ഥത കാണിക്കുന്ന കുറെ ടീംസ്. ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുകയുള്ളൂ, എല്ലാ ഈ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അനിവാര്യതയാണ്, എന്നിട്ട് മരിച്ചു കിടന്ന് ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഈ ഒരു പ്രതിഭാസമാണ്. അതായത് ഈ അൺസർട്ടൺ ആയിട്ട് ഈ റീപ്ലേസബിൾ ആയി ആ കാലത്തും കളിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് എങ്ങനെയെങ്കിലും അവരുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ഓവർ ആത്മാർത്ഥത കാണിക്കുന്ന പോലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ ഹൻസിബയുടെയും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ ഈ പരിപാടി അന്ന് ഹൻസിബ ഇല്ല ആക്ച്വലി. അന്ന് ഹൻസിബ കുഞ്ഞ ആക്ച്വലി മീൻസ് ഇപ്പോഴൊക്കെ വലിയ പ്രായമില്ലല്ലോ. ആ സമയത്ത് ആ ദൃശ്യമൊക്കെ ഇറങ്ങി ഒന്ന് കത്തി പടങ്ങളൊന്നുമില്ല ആക്ച്വലി. രണ്ടാം വരവിലാന്ന് തോന്നുന്നു ഈ അന്ന് ഈ കുക്കു പരമേശ്വരൻ ഈ ടീംസ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിനു വേണ്ടി
ഇതിൽ ഇവരൊക്കെയാണ് മറ്റേ മസിൽ മെയിൻ. മാൻ ഉണ്ടല്ലോ, ബാബുരാജോ എന്താ പേര്? ബാബുരാജ് ഒരു ബാബുരാജ് ഒരു കാര്യമുണ്ട്, അത് പക്ഷെ പറയുന്നില്ല. അത് പറഞ്ഞാൽ അവരാരെങ്കിലും പോയി കേസ് കൊടുത്ത് എൻ്റെ കൊടുക്കുക എവിഡൻസ് ഒന്നുമില്ല. വർക്ക് ചെയ്തിരുന്ന ചാനൽ പൂട്ടി, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്നും തപ്പിയെടുക്കായിരുന്നു. ഒരു ടെലിയിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് പറയുന്നില്ല, വേണ്ട. അപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കുക്കു പരമേശ്വരൻ്റെ ഒക്കെ ആ സമയത്ത് വൻ സീനാണ്. ഇപ്പോഴും പ്രസ് മീറ്റിന്റെ ഒക്കെ വീഡിയോസ് യൂട്യൂബിൽ കിട്ടും. അല്ലെങ്കിൽ കയറി നോക്കിയാൽ ബാക്കിൽ നിന്ന് കൈയടിക്കുന്നു, കൂവുന്നു, ബഹളം വയ്ക്കുന്നു. ദിലീപിനെ ഫുൾ സപ്പോർട്ട്. ആക്ച്വലി ദിലീപ് ആ സമയത്ത് അവിടെ ഉണ്ട് കേട്ടോ. ദിലീപ് അങ്ങനത്തെ ഇരിക്കുക, ഒന്നും മിണ്ടാതെ, ഞാനൊരു പാവം നിരപരാധി, എന്നെ പെടുത്തുന്നു എന്ന് പറഞ്ഞ സൈഡിൽ ഇരിപ്പുണ്ട്. ഈ ലെവലാണ് അത് നടന്നത്. അങ്ങനെയാണ് നടി ഇതിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങുന്നതും. അതിനും ഇവരെന്തോ ന്യായം പറയും. ഞങ്ങൾ ആരും രാജിവെക്കാൻ പറഞ്ഞില്ലല്ലോ, തിരിച്ചു വന്നാൽ ഞങ്ങൾ തിരിച്ചു കയറ്റും എന്ന് പറയും. അതിനൊക്കെ അന്ന് അവർ വന്നിരുന്നു പറഞ്ഞു. പിന്നെ തിരിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെന്തോണ് തീരുമാനം? റിമാക്ക് അല്ലെങ്കിൽ തിരിച്ചു വരാൻ താല്പര്യമില്ല എന്നെന്തോ പറയുന്നുണ്ട്. അപ്പൊ ഈ കുടുംബ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ എടുത്തിട്ട് അടുത്ത അസോസിയേഷൻ പറഞ്ഞ പോലെ WCC ഉണ്ടാക്കുന്നത്. അത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സിനിമാ ചരിത്രത്തിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത്. ഈ പറഞ്ഞ ഈ ദിലീപിന്റെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലവിലെ സോഷ്യൽ മീഡിയ ആൻഡ് മൂവി സീനിലെ പല നിർണായക കാര്യങ്ങളും അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഫോർ എക്സാമ്പിൾ ശാന്തിവിള ദിനേശൻ, സജീവൻ അന്തിക്കാട്, ഈ ടീംസ് ഒക്കെ ഈ പറഞ്ഞ ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്ത് വന്ന് ലൈം ലൈറ്റ് നിൽക്കുന്ന ടീംസ് ആയിരുന്നു. അതിലൂടെ ദിലീപിലൂടെ കരിയർ ഉണ്ടാക്കിയ ഒരാളാണ് ശാന്തിവിള ദിനേശ്. പടമൊക്കെ എന്തായാലും ബംഗ്ലാവിൽ അവധി എന്തോ പണ്ടെടുത്ത് പൊട്ടി പാളിഷായിരുന്നു. പടമൊന്നും ഇല്ലായിരുന്നപ്പോഴാണ് ഓരോ ചാനലിലെ വിളിക്കാൻ തുടങ്ങി, വരിക കഥ എനിക്ക് പറയാ. മനസ്സിലായി ഇവിടെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ആ സെറ്റിലെത്തി അവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഫുള്ളും ചാനൽ പറയുമ്പോൾ ആൾക്കാർ ക്യൂരിയോസിറ്റി കയറി. ആൾക്കാർ ഇത് കേൾക്കാൻ ഇരിക്കുന്നത് മനസ്സിലായപ്പോഴേക്കും പുള്ളി അതൊരു കരിയർ ആക്കിയൊക്കെ മാറ്റി. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. ഇതൊക്കെ നമുക്ക് കിട്ടിയത് ആ ഒരൊറ്റ ഇൻസിഡന്റ്. അപ്പൊ അങ്ങനെയുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വേറെ കുറെ സാധനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അല്ല, ഇത് കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതെ, ഒരുപാട് കാര്യങ്ങള് ഈ നമ്മുടെ ഫുൾ സീൻ മാറ്റി, ചരിത്രം തന്നെ മാറ്റിയ ഒരു ഇൻസിഡന്റ് ആണിത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് WCCയുടെ ക്രിയേഷൻ ആണ്. അതെ, മാത്രമല്ല കുറെ അതിന് ശേഷം തന്നെ നമ്മൾ സിനിമാ ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ച് വന്നു. ഈ പോഷ് എന്നല്ല തന്നെ പറയുന്നത്, അതായത് ഒരു സംഘടന ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഓരോ സെറ്റിലും ഓരോ സംഘടന അല്ലെങ്കിൽ ഒരു ടീം ഇതെല്ലാം WCCയുടെ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. അത് തന്നെ, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ്. ഇതെല്ലാം വന്നത് ഈ WCC. ആക്ച്വലി കുറെ ആൾക്കാർ WCC കുറ്റം പറയണം, അവരെന്താ ചെയ്യുന്നത്, അവർ മേളിൽ നിൽക്കുന്ന നടിമാർക്ക് വേണ്ടി സംസാരിക്കുന്നവർ മാത്രമാണെന്ന് പറഞ്ഞ് ഭയങ്കര ക്രിറ്റിസൈസേഷൻ ആ തുടങ്ങിയ സമയത്തെ ഉള്ള സംഭവമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. തുടങ്ങിയ സമയത്ത് ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡ് മാത്രമല്ല, ഈ പൊതുജനത്തിന്റെ ഇതിനകത്ത് നിന്നാണെങ്കിൽ തന്നെ ഇവരെന്തൊരു അഹങ്കാരം. ഞങ്ങളുടെ ലാലേട്ടൻ മോഹൻലാലും ഒക്കെ ഇരിക്കുന്ന സമയത്ത്, ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ പേര് വന്നത് ഫെമിനിച്ചി എന്ന് പറഞ്ഞ പേര്. ഫെമിനിച്ചി സാധനം. അതെ, അപ്പം അങ്ങനെ ഒരുപാട് പള്ളികൾ കേട്ട ടീംസ് ആണ് കേട്ടോ ഒരു പാവം. പക്ഷെ ഈവൻ അവരുടെ പ്രസ് മീറ്റ് നോക്കിയാൽ പോലും അവരുടെ കൂട്ടത്തില് ആരും തന്നെ ഇങ്ങനെ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളില്ല. അങ്ങനത്തെ ഒരു ബന്ധമില്ല. അവര് ഒരു വിക്ടിമിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്ന് വേറൊരു സംഘടന ഉണ്ടാക്കി അതിനെക്കുറിച്ച് പ്രസ് മീറ്റ് നടത്തുന്ന കുറെ ആൾക്കാർ മുമ്പിൽ പ്രസ് മീറ്റിന് പോയി ഇരിക്കുകയാണ്. ഈ പ്രസ് മീറ്റിൽ അവരെ ക്രൂശിക്കുകയാണ്. ആക്ച്വലി ഈ പ്രസ് മീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ അവരെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുകയാണ്. ഈ പ്രസ് മീറ്റിൽ വരുന്ന മെയിൻ ആൾക്കാരാരാ? ഈ മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽസ് നമുക്ക് വിടാം, അല്ലാതെ കുറെ ഓൺലൈൻ മീഡിയാസ് ആ സമയത്തുണ്ടായിരുന്നു. പേരൊന്നും ഓർമ്മയില്ല. കുറച്ച് ഓൺലൈൻ ഇപ്പോഴത്തെ ഈ നീലക്കുവൽ ടീംസ് അല്ല, ഇവന്മാർക്കൊന്നും ചോദ്യം ചോദിക്കാൻ അറിയത്തില്ല. ഈ ചില ഇന്റർവ്യൂസും സിനിമയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ചെയ്യുന്ന കുറെ ഓൺലൈൻ ടീംസ്, ഇവരെല്ലാം കൂടി അറ്റാക്ക് ചെയ്യാണ് ഇവരെ. അത് അവരെന്ത് തെറ്റാ ചെയ്ത്? അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ ഒരു വിക്ടിമിന് വേണ്ടി അവളെ കൂടൊപ്പം ആ സംഘടനയെന്ന് അവരെ സപ്പോർട്ട് ചെയ്യാത്ത കൾപ്രിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനയെന്ന് പുറത്തിറങ്ങി വന്ന് അവർക്ക് വേണ്ടി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. ഇതാണ് അവർ ചെയ്ത തെറ്റ്. ഇതിന്റെ പേരിൽ മീഡിയ, ഈ ഓൺലൈൻ മീഡിയാസ്, ചില മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം അവരെ ക്രൂശിക്കുന്നുണ്ടായിരുന്നു. ഈവൻ ചിലപ്പോ ഏട്ടൻ വന്നിരുന്ന് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അയ്യോ ഏട്ട എന്താ അങ്ങനെ ഏട്ട എന്ന് ചോദിക്കുന്ന ടീംസ് ഇവിടെ ചാടി എണിച്ച് നിനക്കൊക്കെ നാണം ഉണ്ടോടി എന്ന രീതിയിലാണ് ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ഇവരെന്ത് തെറ്റാ ചെയ്തത്? ഒരു സംഘടന ഉണ്ടാക്കി, അതാണ് ഇവർ ചെയ്ത തെറ്റ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി, അതിനപ്പുറം ഒന്നുമില്ല. സ്ത്രീകൾക്ക് സംഘടന പാടില്ല, സ്ത്രീകൾക്ക് സംഘടനയൊന്നും പാടില്ല. അവര് പുരുഷന്മാര്, അതും ഏട്ടനും ഇക്കയൊക്കെ പോലെ ആൾക്കാരെ ചോദ്യം ചെയ്യുക, അവരെ കളിയാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഇത് ഏറ്റവും വലിയ സംബന്ധിച്ച് അഹങ്കാരം.
ഈ അഹങ്കാരം means അഹങ്കാരമാണ് അത് വേറെ പ്രശ്നം, മനസ്സിലായോ? ഞങ്ങളുടെ ഏട്ടനീക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഓ അഹങ്കാരം കാണിക്കുന്നു, അവരുടെ ഇരിക്കുന്ന സംഘടന ഇറങ്ങിപ്പോകുന്നു, അത് പോരാന്ന് പറയുന്നു, അമ്മയെ കുറ്റം പറയുന്നു, അത് നിങ്ങളുടെ ഏട്ടൻ ഇരിക്കുന്ന അമ്മയെ കുറ്റം പറയുന്നു. ഇതൊന്നും നമ്മൾ വെച്ചുറപ്പിക്കത്തില്ല. ഈ നമ്മുടെ എന്താണ് ആധുനികമായിട്ടുള്ള കുടുംബ ആ സങ്കല്പത്തിൽ ചേർന്നതായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒന്നും അല്ല ഇതൊന്നും. അപ്പൊ പറ്റത്തില്ല അതുകൊണ്ട് ഈ പറഞ്ഞ മലയാളികൾ ഒന്നടങ്കം ഇവർക്കെതിരെ തിരിയുകയാണ്. ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഭയങ്കര പ്രശ്നമാവുകയാണ്. അതെ, ആ പക്ഷെ ടേം വന്നതിന് ശേഷം ഇവരുടെ ഒരു സ്ട്രഗിളിന്റെ ഇതിനൊരു ശേഷമായിട്ടാണ് മലയാള സിനിമയില് ഈ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള പെർസ്പെക്റ്റീവ് തന്നെ മാറുന്നത്, സിനിമയിലുള്ള പെർസ്പെക്റ്റീവ്. of course. അതിനു മുമ്പ് ഈ പറഞ്ഞ റേപ്പ് ജോക്സും പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ സിനിമകളായിരുന്നെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള പടങ്ങള്, ഉം. അങ്ങനെയുള്ള പടങ്ങൾ, ഈ സ്ത്രീകളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പോർട്രേ ചെയ്യുന്ന തരത്തിലുള്ള പടങ്ങൾ വന്നു തുടങ്ങിയത് ആ ഒരു ഈ ആക്ടിവിസത്തിന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല ഈ ആക്ച്വലി ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഈ ഹേമ അത് കമ്മീഷൻ, ഇതെല്ലാം കമ്മീഷൻ WCCയുടെ എഫേർട്സ് ആണ്. ഇത് ഹേമ കമ്മീഷൻ വന്നതിന് ശേഷം അത് റിലീസ് ചെയ്യുന്നത് വരെ WCCയുടെ എഫേർട്ടാണ്, മനസ്സിലായി? അല്ല, ഇതിപ്പം ഈവൻ ഇത് പണ്ടൊക്കെ നമ്മള് ഈ ബോഡി ഷേമിങ് ജോക്സ് ഒക്കെ വരുമ്പോ അതൊക്കെ ജസ്റ്റ് നോർമൽ. പിന്നീട് ഇതിനൊക്കെ ശേഷം ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആവണം എന്നൊരു ചിന്ത പലരുടെ ഉള്ളിലും വന്നു ആക്ച്വലി. കാരണം ഇത് ഇനി ഇങ്ങനത്തെ ജോക്സ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ ഒരു സംഘടനയുണ്ട്, അവരെന്തായാലും പ്രശ്നം ഉണ്ടാക്കും, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തായാലും കുറച്ച് ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി വരുമ്പോൾ അവർക്ക് കൂടുതൽ സപ്പോർട്ട് എന്തായാലും കിട്ടും. ഒരു കോസ്റ്റിന് വേണ്ടി മുമ്പോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം സപ്പോർട്ട് കാണത്തില്ലായിരിക്കും, പക്ഷെ മുമ്പോട്ട് സപ്പോർട്ട് വരുമല്ലോ. അതിനുശേഷമാണ് തോന്നുന്നു, ശ്രദ്ധിച്ചറിയാം. അതിനൊക്കെ ശേഷം ഈ പൊളിറ്റിക്കലി റോങ് ആയിട്ടുള്ള ജോക്സ് അത് ഭയങ്കര സിനിമയിൽ ഭയങ്കര കുറവാണ്. അങ്ങനത്തെ സാധനങ്ങൾ സ്ത്രീകളെ ഭയങ്കര സ്ലക്ഷ്യം ചെയ്യുന്ന തരത്തിലുള്ള ജോക്സ്, ഒബ്ജക്ടിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ജോക്സ് അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇതിനൊക്കെ WCC ഒരു കാരണമാണ് എങ്ങനെയൊക്കെ നോക്കിയാലും. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് വനിതാ സെൽ സിനിമാ സെറ്റുകളിൽ നിർബന്ധമായും ഈ പറഞ്ഞ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടാവണം. എല്ലാ സെറ്റിലും ഉണ്ടായിരിക്കുന്ന നിർബന്ധമായിട്ടെന്ന് പറയുന്ന ഒരു സാധനം, അത് എല്ലാവരും പാലിക്കുന്നുണ്ടെന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. പക്ഷെ ഇതെല്ലാം WCCയുടെ അച്ചീവ്മെന്റ്സ് ആണ്. ഇത് ഇന്ത്യൻ സിനിമയിൽ വേറെ ഒരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത ഡെവലപ്മെന്റ്സ് ആണ് ഈ മലയാള ഇൻഡസ്ട്രിയിൽ WCCയുടെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ഇഗ്നോർ ചെയ്ത് പോകാൻ പറ്റുന്ന നേട്ടങ്ങളല്ല. പിന്നെ മറ്റേ ഫീമെയിൽസിനെ നല്ല രീതിയിൽ കാണിക്കുന്ന മറ്റേ സുരാജിന്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ, റെബൽ ദ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. അങ്ങനത്തെ എല്ലാം വരാൻ തുടങ്ങി. ഒരു എന്താ പറയാ, പോസിറ്റീവ് ലൈറ്റില് വരാൻ തുടങ്ങി. പവർ ഉണ്ട്, നമ്മുടെ കയ്യിലും പവർ ഉണ്ട്, മോഡൽ സാധനങ്ങള്. പക്ഷെ ഇത് ലൈക് ദേ മേഡ് എ ലോട്ട് ഓഫ് സാക്രിഫൈസ് ഫോർ ദാറ്റ്. ഈ പാർവതിയുടെ ഒക്കെ പീക്ക് കരിയർ പോയിന്റിൽ നിന്നാണ് ഇവർ ഇതിനു വേണ്ടി ഇറങ്ങുന്നതും. ഈ അതിജീവിതം തന്നെ കുറെ കാലം മാറി നിന്നു ഇൻഡസ്ട്രി. ഇവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുക, അങ്ങനെ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നുപോയിട്ടാണ് ഇവര് ലൈക്ക് ഐ തിങ്ക് ഇവരെല്ലാവരും ഇവരുടെ കരിയറിന്റെ ഒരു പീക്ക് പോയിന്റിലാണ് ഈ പറഞ്ഞ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലോസസ് ഇവർക്ക് കരിയറിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായത് പാർവതിക്കാണ്. ആക്ച്വലി പാർവതി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ ഒരു നടി എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് സിനിമകളൊക്കെ നോക്കി അറിയാം. ഇപ്പോ മറ്റേ ഒരു ആസിഡ് അറ്റാക്കിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞ പേര് ഉയരെ, ചാർലി, പിന്നെ വേറൊരു സിനിമയുണ്ട് ഈ ISIS തീവ്രവാദമൊക്കെ കാണിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, കുഞ്ചാക്കോ ബോബനൊക്കെ. അതിൽ മെയിൻ ക്യാരക്ടർ ടേക്ക് ഓഫ്. അത് തന്നെ. അതിലും മെയിൻ ക്യാരക്ടർ പാർവതിയാണ് ആക്ച്വലി. ബാക്കി രണ്ടുപേരും സൈഡ്. ആക്ച്വലി പാർവതിയുടെ പീക്ക് ടൈമാണ്. ഒരു ആക്ട്രസിന്റെ പീക്ക് ടൈമിൽ, അതും ഒരു സ്റ്റാർ ലെവൽ, അത് ഒറ്റയ്ക്ക് പടം വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നടി എന്ന ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇതിനു വേണ്ടി, ഈ ഒരു കോസ്റ്റിന് വേണ്ടി പാർവതി നിൽക്കുന്നത്. പാർവതിക്കുണ്ടായ നഷ്ടമാണ് ഭയങ്കരമായ നഷ്ടം. സിനിമകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതിനുശേഷം എത്ര മലയാളം സിനിമകൾ പാർവതി അഭിനയിച്ചെന്ന് മാത്രം നോക്കിയാൽ ഭയങ്കര കുറവാണ്, ഭയങ്കര രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പാർവതി സിനിമയിൽ അതും എനിക്ക് തോന്നുന്നു പലപ്പോഴും അഭിനയിക്കുന്നതും ഈ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കാത്ത സിനിമകളിലാണ് പിന്നെ വർക്ക് ചെയ്യുന്നത്. കൂടെ പോലത്തെ സിനിമയിലേക്കാണ് അഭിനയിച്ച അഞ്ജലി മേനോന്റെ കൂടെ, ഇങ്ങനത്തെ സിനിമകളിലേക്കാണ്. പിന്നെ പാർവതി ഹിന്ദിയിലൊക്കെ പോയി പടം ചെയ്യുന്നു, തെലുങ്കിൽ പടം ചെയ്യുന്നു, അങ്ങനെയൊക്കെ ജസ്റ്റ് തട്ടിമുട്ടി ഇപ്പോഴും അങ്ങനെ പോകുന്നു. ഇപ്പോഴും മലയാളത്തിൽ പാർവതിക്ക് പടമില്ല.
ആ ചെയ്യുന്ന പടങ്ങളൊക്കെ നല്ല വൺ കിടിലൻ പടങ്ങളാണ് ഉം. കേട്ടോ. ഈ ഇഷ്ടമാണ്. പുഴു, പിന്നെ ആ ഈ ഇടയ്ക്ക് പുഴു ഇറങ്ങിയ ഉള്ളൊഴുക്ക്, ഇതെല്ലാം ഉള്ളൊഴുക്ക് വൻ ഹിറ്റ് ഉള്ളൊഴുക്ക്. പടങ്ങളാണ്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീസ് എൻ എക്സലന്റ് ടാലന്റ്, മനസ്സിലായോ? അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഉള്ള അവസരങ്ങൾ വെച്ച് പുള്ളിക്കാരിക്ക് ഷൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനത്തെ ഒരു ആക്ട്രസ് ആണ് പാർവതി എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോ ഈ ഹിന്ദിയിലൊരു ആമസോൺ വെബ് സീരീസ് ഋത്തിക് റോഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെബ് സീരീസിലെ മെയിൻ ലീഡ് പാർവതിയാണ്. ഇപ്പോൾ ഒരു ഹിന്ദി വെബ് സീരീസ് വരുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടേണ്ട സ്ഥലത്ത് അവരെ വേണമെന്നുള്ള ആൾക്കാർ അവരെ വിളിക്കുന്നുണ്ട്. മലയാളത്തിലെ പടം ഇല്ല എന്നേ ഉള്ളൂ. മെയിൻ സ്ട്രീമിലെ ആൾക്കും വേണ്ട, ഇവളെ വിളിച്ച നെഗറ്റീവാണ്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒപ്പീനിയൻ ഉള്ള സ്ത്രീയാണ്, അതുകൊണ്ട് വിളിക്കണ്ട എന്ന ലെവലിലാണ്. ഈ ന്യൂസ് മിനിറ്റിന്റെ ഒരു റിപ്പോർട്ടിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ സെറ്റിലോട്ട് പോകുമ്പോ തന്നെ വിവേചനം കാണിക്കുന്നു. അതായത് ബേസിക്കലി ഈ ഒരു സംഭവത്തോടു കൂടി ഈ മലയാള സിനിമ രണ്ടായിട്ട് ഡിവൈഡഡ് ആയി. ഒന്ന് ഈ അതിജീവിതയ്ക്കൊപ്പവും മറ്റേത് പേട്ടനൊപ്പവും എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറി, രണ്ട് ഗ്രൂപ്പായി. പേട്ടന്റെ പേര് വന്നതിന് ശേഷം കേട്ടോ ഈ വിഷയത്തിന് ശേഷം പേട്ടൻ പേര് വന്ന്. അതെ, അപ്പം അങ്ങനെ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് ഈ പറഞ്ഞ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അവസരം കിട്ടാതെ വന്നു. അവരുടെ സിനിമകളിൽ ഇവര് വരുന്നില്ല. അങ്ങനെ ഒരു എക്സ്ക്ലൂഷൻ സംഭവിക്കാൻ തുടങ്ങിയത് ആ ഒരു പോയിന്റ് എന്നാണ്. അപ്പൊ ഇവര് സിനിമ സെറ്റിലേക്ക് വരുമ്പം ഇവരുടെ അടുത്ത് ഒരു അകൽച്ച കാണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതൊക്കെ ന്യൂസ് മിനിറ്റിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ അവര് പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ. അത് ഈ ഹേമ കമ്മിറ്റിയുടെ ആഫ്റ്റർമാത്ത് ആയിട്ട് വീണ്ടും കുറെ കൊള്ളക്കങ്ങൾ ഉണ്ടായല്ലോ. കുറെ ആൾക്കാര് അലിഗേഷൻസും അക്യൂസേഷൻസ് ഒക്കെ വന്നു, കേസുകൾ വന്നു. പിന്നീട് സിദ്ദീഖ്, മുകേഷ് ഇവർക്കൊക്കെ എതിരെ സംഗതികളൊക്കെ ഉയർന്നു വന്നു. അതൊക്കെ എങ്ങും എത്തിയിട്ടില്ല സോഫാർ. എങ്കിലും അത് ഇവരുടെ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല WCCയുടെ. ഇനി ഭാവിയിലെങ്കിലും സിനിമ കൾച്ചർ വിൽ ബി വെൽക്കമിങ്, ഹോപ്പ്ഫുള്ളി വിൽ ബി വെൽക്കമിങ് ഫോർ വുമൺ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളൊരു വകയാണെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് യങ് ഡയറക്ടേഴ്സ് ഇപ്പം കയറി വരുന്ന ആൾക്കാർ, അവര് ഈ ഒരു പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ നമ്മുടെ ലോകയുടെ ഡയറക്ടർ ഈ ഡൊമിനിക് അരുണൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരുന്ന യങ്സ്റ്റേഴ്സ്, നല്ല ഫിലിം മേക്കേഴ്സ്. ആക്ച്വലി ഇപ്പം ഒരു വളരെ സ്ട്രോങ് PR അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് എനിക്കൊന്ന് ഇപ്പൊ ഇറങ്ങുന്ന റിലീസാകുന്ന സിനിമയും ദിലീപിന്റെ PR-ഉം ഒരുമിച്ചാ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. സിനിമ പ്രൊമോഷനും പേട്ടന്റ് റിഡംഷനും ഒരുമിച്ച. അല്ല, ഞാനൊരു പോസ്റ്റ് കണ്ടു, മട്ടാഞ്ചേരി മാഫിയയും പിന്നെന്താ എക്സാക്ട്ലി മട്ടാഞ്ചേരി മാഫിയും പൃഥ്വിരാജിനെതിരെയാണ് ഇത് വന്നേക്കുന്നത്. അല്ല, അത് ഒരേ പോസ്റ്റ് പല ആൾക്കാർ, അതൊക്കെ മനസ്സിലാക്കാമല്ലോ, PR വർക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്റെ സംശയം ഇത്രേ ഉള്ളൂ, ഇത് ആരുടെ PR ആണ്? പേട്ടന്റെ PR ആണോ, അത് സംഘപരിവാർ IT സെല്ല് അവരുടെ സ്വന്തം ഇതിൽ നിലയ്ക്ക് ചെയ്യുന്നതാണോ? കൺഫ്യൂഷൻ. അത് ഇവർ രണ്ടുപേരും കൂടിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അതിഭീകരമായ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ വനിതാ സെല്ലും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉള്ള ഫിലിം സെറ്റുകൾ ഞാൻ കേട്ടത് ഈ മട്ടാഞ്ചേരി മാഫിയയുടെ സെറ്റുകളിലാണെന്നുള്ളതാണ്. കപൂറിന്റെ സെറ്റിലൊക്കെയാണ് അവര് ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ശ്രമം നടത്തുന്നത് അവരുടെയൊക്കെ സെറ്റുകളിലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ ഇനി വേറൊരു കാര്യം ഒബ്സർവ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ പേട്ടനെ ആഘോഷിക്കുന്നത് പേട്ടൻ ഫാൻസ് മാത്രമല്ല, സംഘപരിവാർ അനുകൂലികൾ അതിഭീകരമായ രീതിയിൽ പേട്ടനെ ആഘോഷിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ മറ്റേ നിഷ്പക്ഷ സംഘപരിവാറുകാരൻ ശ്രീജിത്ത് പണിക്കർ, അങ്ങനെ കുറെ പേർ പോസ്റ്റ് ഞാൻ കണ്ടു. ഇവരെല്ലാവരും ഇവരെല്ലാവരും പേട്ടന്റെ തിരിച്ചു വരും, ഇനിയും പേട്ടൻ പറയും, ഈ ഒരു മോഡലാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവന്മാരോട് സംഘപരിവാർ ടീംസോട് ചോദിക്കാനുള്ള ഉളുപ്പുണ്ടോ നാറികളെന്ന് മാത്രമാണ് ചോദിക്കാനുള്ള. ഈ കേസ് വന്ന സമയത്ത് പുട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് ആദ്യം ഇയാളെ കോലം കത്തിച്ചത് ഇവന്മാരാ. ബാക്കി പാർട്ടികളെല്ലാം പിന്നെയാണ് വന്നത്. ഇവന്മാരുടെ ആദ്യം പോയി അതിന്റെ ഫ്രണ്ടിൽ ചെന്ന് ഇവനെതിരെ പ്രതിഷേധം, അറസ്റ്റ് ചെയ്യണം, ഇവനെ തൂക്കണം, വളം വെച്ച് അവനെ മറ്റേ വെളിയിറക്കരുതെന്നും പറഞ്ഞ് അവന്റെ പുട്ട് കടയടിച്ച് പൊടിച്ചത് ഇവന്മാരാണെന്ന് എനിക്കറിയത്തില്ല, അത് വേറെ ആരൊക്കെ. അവന്റെ ഫ്രണ്ടിൽ പോയി ഇവന്റെ കോലം കത്തിച്ച ടീംസാണ് ഇത്, ഈ സംഘപരിവാർ ടീംസ്. വിട്ടു അവന്മാര്. അല്ല, എന്ത് ഇഷ്യൂ വന്നാലും അതിന്റെ റോങ് സൈഡ് നിൽക്കുക എന്നുള്ളതാണല്ലോ ശീലം, അതുകൊണ്ടായിരിക്കും.
അതെ. അല്ല ഇതിനകത്ത് ഈ സംഘപരിവാർ മാത്രമല്ല, ഇതൊരു ഇന്റർസെക്ഷനാലിറ്റി ഉണ്ട് ഇതിനകത്ത്. അതായത് ആ. ഈ ഇപ്പം മെൻസ് റൈറ്റ് ആ ആക്ടിവിസ്റ്റുകൾ, ഞാൻ പറയാൻ ഇൻസെല്ലുകള്, വരുവാ. ഈ സംഘികൾ, ഇവരെല്ലാവരും ഇതിനകത്ത് ഒരുമിച്ച്, അതായത് ബേസിക്കലി ഈ ഇവരുടെ വാദം എന്ന് പറയുന്നത്, മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ ഇൻസെല്ലുടെ ഒരു പ്രധാന വാദം എന്ന് പറഞ്ഞാൽ പുരുഷന്മാര് ക്രൂശിക്കപ്പെടുന്ന ഒരു പേടിക്കപ്പെടുന്നു. വിഭാഗമായി ഇവിടെ നിലനിൽക്കുകയാണ്. അതായത് ഈ സ്ത്രീകളെല്ലാരും പോയി പുരുഷന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയാണ്, അവരെ കോടതി കയറ്റി ഇറക്കുകയാണ്. പാവം ആദ്യം ഞങ്ങളുടെ സവാദിക്കയായിരുന്നു, പിന്നെ ആരെയൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ പിന്നെ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ മാങ്കൂട്ടം. മാങ്കൂട്ടമുണ്ട്. അങ്ങനെ ബോബിജി ഈ പ്രമുഖ അതെ ബോബിജി. അപ്പം ഈ സിനിമാ താരങ്ങൾ, ഈ പറഞ്ഞ ബിസിനസ് ആൾക്കാര്, പൊളിറ്റീഷ്യൻസ്, ബസ്സിൽ പോകുന്ന ആൾക്കാർ, ഇവരെല്ലാരും ചുമ്മാ പോയി ദ്രോഹിക്കുക സ്ത്രീകളെല്ലാരും. അപ്പൊ അങ്ങനെ വ്യാപകമായി ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു പോസ്റ്റർ ടൈറ്റിൽ കാർഡ് ആയിട്ടാണ് ഇവ ഈ ദിലീപിന്റെ കേസ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ദിലീപ് ഏട്ടനെ ഇവര് പെടുത്തിയതാണ്. പൾസർ സുനി എന്ന് പറഞ്ഞ ഏതോ ഒരുത്തൻ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ദിലീപ് ഏട്ടനെ എല്ലാവരും കൂടെ കൊണ്ടുപോയി പെടുത്തി. അവളാ സന്ധ്യ IPS പിന്നെ മഞ്ജു വാര്യർ, ഇവരെല്ലാരും കൂടെ ചേർന്ന് പാവം ഞങ്ങളുടെ ഏട്ടനെ പെടുത്തി. അപ്പം ഈ ഒരു നെറ്റ്വർക്ക് ഭയങ്കര ആക്റ്റീവായിട്ട് ഈ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവര് ഈ പറയുന്ന, അതായത് എനിക്ക് തോന്നുന്നു അവർ വിചാരിക്കുന്നത് ഈ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ കിടന്ന് വേളം വെക്കുന്നവർക്ക് കൊടുക്കുന്ന സാധനമാണെന്നാണ് ഇവർ വിചാരിച്ചേക്കുന്നത്. ഇത് ഇപ്പൊ ഇവരുടെ ഒരു ഇത് കണ്ടാൽ തോന്നും ഒരു സ്ത്രീ ആർക്കെങ്കിലും എതിരെ ഒരു സെക്ഷൽ അബ്യൂസിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണ്, അത്രേ ഉള്ളൂ. സെക്ഷൽ അബ്യൂസ് ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല, റേപ്പ് നടക്കുന്നില്ല, വേറെ ഒന്നും നടക്കുന്നില്ല. ആരെങ്കിലും ഇങ്ങനെ പരാതി കൊടുത്താൽ അത് ഫേക്ക് ആണ്. ഈ ലെവലിലാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഒരു പീഡന കേസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ഈ പീഡിപ്പിച്ച ആൾക്ക് കൈ കൊടുക്കുക, മാലയിടുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക, അതൊക്കെ അവന്മാരുടെ പരിപാടി. മനസ്സിലായി? അത് ബേസിക്കലി മറ്റേ നമ്മുടെ ലിബിൻ ഇതൊരു ഇന്റർവ്യൂവിൽ ഒരു പ്രോഗ്രാമിൽ പറയുന്നുണ്ട്, നിമ്മൊരു പീഡന പിന്തുണ അസോസിയേഷൻ ആണോ. ഈ അവസരത്തിൽ നമ്മൾ 2 മിനിറ്റ് മൗനം ആചരിക്കണം രാഹുൽ ഈശ്വറിന് വേണ്ടി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരക്കിലായി പോയത് കാരണം മൂപ്പർക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ഒരു വിഷമമുണ്ട്. എങ്കിലും ദീപ രാഹുൽ ഈശ്വർ പോസ്റ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് രാഹുൽ ഈശ്വർ എന്ന് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും പുള്ളിയുടെ നഷ്ടം ഒരു ചരിത്രപരമായ ഒരു തീരാ നഷ്ടമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുറത്ത് വിടാത്ത നീ ഡൗട്ട് ഉണ്ട്. അതെ, അതുകൊണ്ടാകത്ത് വിളിച്ചിട്ട് നീ 8ാം തീയതി കഴിഞ്ഞ് വെളിയിൽ പോയാൽ മതി. അയ്യോ, സ്വാതന്ത്ര്യ സമരത്തിരക്കില്ല. അത് ഈ പുള്ളി ഒരു വിപ്ലവം നടത്തുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ഒരു ധാരണ എന്നുള്ളതാണ്. എന്ത് പറയാനാന്ന് എനിക്കറിയത്തില്ല. ഇത്രയും അതിഭീകരമായ ഈ ദിലീപ് കേസ് ഇനി ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കുന്നു. കണ്ടോ, ദിലീപ് ഏട്ടനെ 8 വർഷം ദ്രോഹിച്ചു കുടുക്കി അവസാനം അദ്ദേഹം കുറ്റവാളി അല്ലെന്ന് കോടതി കണ്ടെത്തി. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ മെൻസ് കമ്മീഷൻ വേണമെന്ന്. മെൻസ് കമ്മീഷൻ യേശുക്രിസ്തുവിന് ശേഷം ഇത്രയും കുരിശിലേറ്റം വേറൊരു മനുഷ്യനില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ ബലമായ സംശയം കേരള പോപ്പായിട്ട് വല്ല അംഗീകരിക്കുമെന്നാണ്. അത്ര ആ രീതിയിൽ വെള്ളം പൂശിക്കൊണ്ടിരിക്കുക. ഫേസ്ബുക്കിൽ ഒന്ന് കേറാൻ വയ്യാത്ത അവസ്ഥയാ. പോസ്റ്റ് ഇട്ട അതിന്റെ അടിയിലൊക്കെ ഒന്ന് തെറിയ. അല്ല, ഇതിപ്പം പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിപ്പം ഇത് അവസാനിച്ച ഒരു പോരാട്ടമല്ല, ഇത് അടുത്തൊരു ചാപ്റ്റർ ഇനി തുടങ്ങാൻ പോവുകയാണ്. അതെ, ഇനിയും ലീഗൽ ബാറ്റിൽസ് തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്ച്വലി സർക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പം MV ഗോവിന്ദൻ പറഞ്ഞു, ശിവൻകുട്ടി, രാജീവ് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന രീതിയിൽ അവർ എന്തായാലും വിടാൻ പ്ലാൻ അല്ല, പുറത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ. ഈ കോൺസ്പിറേറ്റർ ആരാണെന്ന് ഒരു തീരുമാനം ഉണ്ടാവണം. അതുവരെ ഈ കേസ് റെലവെന്റ് ആണ്, കേസ് സോൾവ് ആയിട്ടില്ല. അല്ല, അത് ആരാണെന്ന് തെളിയാത്ത കാലം വരെ, തെളിഞ്ഞ അയാൾക്ക് ശിക്ഷ കിട്ടാത്ത കാലം വരെ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയെന്ന് പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അതാരാണെന്ന് നീതി ഓൾറെഡി നിഷേധിക്കപ്പെട്ടു. കോടതിയിൽ ഇരുന്ന ഈ തെളിവ് പബ്ലിക്കലി പോയി, അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ ആക്സസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ സമയത്ത് തന്നെ നീതി നിഷേധിക്കപ്പെട്ടു. കാരണം ഈ ഒരു ഫെയർ ആയിട്ടുള്ള ട്രയലിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാരും ഈ കോടതിയെ സമീപിക്കുന്നത്. അതിനുള്ള ഒരു അവസരത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ തന്നെ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇനി ഇവിടെ സംഭവം വെച്ച് കഴിഞ്ഞാല് ഈ മേലുള്ള കോടതികളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവുമോ ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം? പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് കൺസ്പിറസിയുടെ ഒരു തീരുമാനമാണ്. ആരാണ് ഈ കൺസ്പിറേറ്റർ, ആരാണ്, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണം. ഉടനെ മഞ്ജു വാര്യർ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ പരിപാടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ ഓക്കെ, എന്റെ താത്വിക അനാലിസിസിന് സമയമായിട്ടുണ്ട് ഗോയ്സ്. അപ്പൊ പറഞ്ഞു. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഇത് നമുക്ക് ഞാൻ ഇതിനകത്ത് നിന്ന് പഠിക്കുന്ന പാഠം, അല്ലെങ്കിൽ എല്ലാവരും ഇതിനകത്ത് നിന്ന് ടേക്ക് അവേ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അതെന്താന്ന് വെച്ചാല്, നമ്മുടെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകും. ഇപ്പം ഓരോ കേസുകൾ വരുമ്പോൾ, ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ആ കാലഘട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടി ഏറ്റവും അധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പം ആ സാധനം തന്നെ ഒരുപാട് ആൾക്കാർ ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നതൊക്കെ. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം കേസ് വരുമ്പോ ഷാഫി പറമ്പിൽ നിയമത്തിന്റെ വഴിക്ക് പോകും, ഞങ്ങൾ ആരും നിയമത്തിനെ തടസ്സപ്പെടുത്തുന്നില്ല, ഇങ്ങനെ നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇത് സത്യത്തിൽ ഇതെന്താ സംഭവം? ശരിക്കും നിയമത്തിന്റെ വഴിക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഡിപ്പെൻസ് ഓൺ ഹൂ ഇസ് സീക്കിംഗ് ജസ്റ്റിസ്. അല്ലെങ്കിൽ അത് ഇതിനകത്ത് അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ലിബറൽ കൺസെപ്റ്റിൽ നമ്മളൊരു സംഭവം എഴുതി വെക്കുന്നു. അതായത് ഇന്ന കാര്യം ചെയ്താൽ അത് കുറ്റകരം എന്ന് എഴുതി വെച്ചാൽ കഴിഞ്ഞു. പിന്നെ അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരു ലിബറൽ സിസ്റ്റം അതാണ് ഏറ്റവും മഹനീയം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഡേഞ്ചർ, അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്, ഇതൊരു ഫോർമൽ ഇക്വാളിറ്റി മാത്രമാണ്. എല്ലാവർക്കും ബാധകമാകുന്ന ഒരു നിയമം, എല്ലാവർക്കും അവർക്കെതിരെ എന്തെങ്കിലും ഇൻജസ്റ്റിസ് നടന്നാൽ കോടതിയിൽ പോകാനുള്ള അവകാശം, ഇങ്ങനെയുള്ള എല്ലാ അവകാശങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആക്സസിബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യുന്നില്ല. അവിടെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയം വരുന്നത്. അതായത് ചില ആൾക്കാർക്ക്, ഇപ്പം ഈ കേസിന്റെ കാര്യം, ഈ ഗതി തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഇൻസിഡൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ എല്ലാ ഇൻസിഡൻസും ഇതിനകത്തെ ഈ 8ാമത് പ്രതി ചേർക്കപ്പെട്ട ആൾക്ക് ഫേവറബിൾ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അതായത് 28ഓളം ആൾക്കാർ മൊഴി മാറ്റുന്നു. ആർക്ക് ഫേവറബിൾ ആയിട്ട്? 8ാം പ്രതിക്ക് ഫേവറബിൾ ആയിട്ട്. അതേപോലെ ഈ കസ്റ്റഡി എന്ന കോടതിയുടെ പരിധിയിൽ ഇരിക്കുന്ന തെളിവ് ഈ പ്രതിഭാഗത്തിന് പോകുന്നു. അത് അയാൾ ഇട്ട് കാണുന്നു എന്ന് ഒരാൾ പറയുന്നു. ഇത് ആർക്ക് അനുകൂലമായ സംഭവമാണ്? ഇത് 8ാം പ്രതിക്ക് അനുകൂലമായ സംഭവമാണ്. അതുപോലെ ഈ നിരന്തരം ഈ തെളിവ് ആക്സസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്, ഇനി ഈ വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മൊത്തവും അവർക്ക് ഒരു ഭീഷണിയായി വരുന്ന ഒരു സാധനമാണ്. എന്ന് വേണമെങ്കിലും ഇത് പബ്ലിക് ആവാം, ആരും ഇന്റർനെറ്റ് അപ്ലോഡ് ചെയ്യാം. അതെ, അതുപോലെ ഈ പ്രതിഭാഗത്തിന്റെ ആർഗ്യുമെന്റ്സ് സ്ട്രോങ് ആക്കാൻ അവർക്ക് ഉപയോഗിക്കാൻ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്, പല ലെവലിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് വരികയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു സാധാരണക്കാരനാണ് ആ 8ാം പ്രതിയുടെ സ്ഥാനത്തെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും സംഭവങ്ങൾ നടക്കില്ല. അതാണ് ഇവിടെ പണവും സ്വാധീനവും ഉള്ള ഒരാൾക്ക് ജസ്റ്റിസ് എങ്ങനൊക്കെ ബെൻഡ് ചെയ്യാം, എങ്ങനൊക്കെ മറിയാം, ഫ്ലെക്സ് ചെയ്യാം എന്നുള്ളതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഈ പറയുന്ന ഈ ഫോർമൽ ഇക്വാളിറ്റി. അതായത് ഇങ്ങനെ നിയമവ്യവസ്ഥയും അതും ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ എല്ലാവർക്കും നീതി കിട്ടില്ല. നീതി കിട്ടണമെങ്കിൽ സമത്വം എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടി അതിന്റെ കൂടെ ഉണ്ടാവണം. അപ്പൊ ഇത്രയും ഡിസ്പാരിറ്റി, എക്കണോമിക് ആയിട്ടും അല്ലാത്ത സോഷ്യൽ ലാഡറിലൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതൊക്കെ ഈസിയാണ്. അവർക്ക് അതിന്റെ പുറകിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് മനുഷ്യരാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സിസ്റ്റത്തില് ഒരു വക്കീലിനെ വെക്കണമെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട കാശ്, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ നടക്കേണ്ട പണച്ചെലവ്, ഇതൊന്നും ആക്സസിബിൾ അല്ല. അപ്പം ഈ നിയമം ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരാ, അത് എല്ലാവർക്കും ഒരേപോലെ ആക്സസിബിൾ ആയിട്ട് ഒരേപോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാക്കണമെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ സമത്വം എന്ന് പറയുന്ന ഒരു സാധനം വരണം. അതില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വ്യവസ്ഥിതിയിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന ഈ അധികാരം കൈവശം വെച്ചിരിക്കുന്ന വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി നടക്കുന്ന സാധനമായി മാറും നിയമം എന്ന് പറയുന്നത്. നിയമത്തിന്റെ വഴിക്കായിരിക്കും നടക്കുന്നത്, പക്ഷെ ആ വഴി ഏതാന്നുള്ളത് ഇവര് തീരുമാനിക്കുക. അതെന്റെ പ്രശ്നം. അതെന്റെ പ്രശ്നം അതാണ്. അപ്പൊ ഇത് രാജേഷ് പറഞ്ഞു, ഇതിനകത്ത് ലൈക്ക് ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ കേസിൽ പലപ്പോഴും സംഭവിച്ചത്. അത് ഹാഷ് വാല്യൂ മാറി, ഇതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്നുള്ള സാധനം നിരസിച്ചു. ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യം നിരസിച്ചു. ഞാൻ പറയുന്നത് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞപ്പോ തന്റെ സ്റ്റെനോഗ്രാഫർ ആവാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുക, ഇങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ ഈ പൾസർ സുനിയുടെ അടക്കം ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും നിരസിച്ചു. ഇതിന് ഈ ടാമ്പറിങ്ങിന്റെ അതിനെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞു, അത് നിരസിച്ചു.
തുറന്ന കോടതിയിൽ വാദം വേണമെന്ന് പറഞ്ഞു. ഇത് വിക്ടിം അത് പറഞ്ഞതാണ്. നിരസിച്ചു. അത് യെസ് യെസ്. നിരസിച്ചു. എല്ലാം നിരസിച്ചു. എല്ലാം ഇപ്പം കൾപ്രിറ്റ് ആരാണോ അയാളാണ് പറഞ്ഞത് അയാൾക്ക് അടഞ്ഞ കോടതിയിൽ വാദം വേണം എന്ന രീതിയിൽ പറഞ്ഞത് അയാളാണ്. അയാൾക്ക് അനുകൂലമായിട്ടാണല്ലോ അത് പോയിരിക്കുന്നത്. യെസ്, ഇതിലെല്ലാം ഒരു ക്ലിയർ ആയിട്ടൊരു പാറ്റേൺ ഉണ്ട്. അതായത് സിസ്റ്റം ആരെ ഫേവർ ചെയ്യുന്നുള്ളത്. അത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വെച്ചാല്, ഈ പറഞ്ഞ നടി എന്ന് പറയുന്ന ആള് സമൂഹത്തിൽ നമ്മൾ സാമാന്യം പ്രിവിലേജ്ഡ് ആയിട്ടൊരു സ്ത്രീ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്കാണ് ഈ ഒരു അവസ്ഥയുള്ളത്. അപ്പൊ ഒരു സാധാരണക്കാരായിട്ടുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നോ ചാൻസ്. പൈസയാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം അത്തരം പ്രിവിലേജസ് അനുഭവിക്കുന്ന ഒരാളാണ് ഈ നടി എന്ന് പറയുന്നത്. എന്നിട്ടും അവർക്ക് ഇത്രയും ഒരു അവസ്ഥയിലൂടെ അതെ. കടന്നു പോകാനുണ്ടെങ്കിൽ അതിന് പിന്നെ പൊതുസമൂഹം ഒരുവിധം നമ്മളിപ്പോ എത്രയൊക്കെ ചാനലുകാരൊക്കെ പറയുന്നുണ്ട് പൊതുസമൂഹം എതിരാണ്, ദിലീപിനെതിരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എവിടെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ, അതൊക്കെ ചുമ്മാ അതേതോ പാരലൽ വേൾഡിൽ ഇരുന്ന് പറയുന്നതാണ്. പൊതുസമൂഹം ഒന്നും ദിലീപിനെതിരൊന്നും അല്ല. ഒരു ചെറിയൊരു വിഭാഗം ആൾക്കാർ എതിരാണ്. അവർ അതിനെതിരെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു റീൽ വീഡിയോ കണ്ടു. ഒരു അമ്മച്ചി ലഡുവായിട്ട് ദിലീപിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്, വെറുതെ വിട്ടതറിഞ്ഞിട്ട്. അപ്പോൾ ഏതോ ഒരു ഓൺലൈൻ മീഡിയ ആണ് കേട്ടോ. ഓൺലൈൻ മീഡിയ പോയിട്ട് അവരെ അറിയാലോ, ഓൺലൈൻ മീഡിയ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പോയി എടുക്കുമല്ലോ. അങ്ങനെ അവിടെ പോയി അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഞാൻ വിധി ഇന്ന് വരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, ഇത് എനിക്ക് ടെൻഷനായിരുന്നു, എന്താവും എന്ന് എനിക്ക് ടെൻഷനായിരുന്നു. എന്നിട്ട് അവർ ചിലപ്പോൾ കാവ്യമാധവൻ വരെ ഉറങ്ങിക്കാണും, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഞാൻ അത്രയും ടെൻഷനാണ് എനിക്കുള്ളത്. എന്നിട്ട് ഇത് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതൊരു ബ്രീഫ് ആവാം കേട്ടോ. മറ്റേ ബോച്ചയുടെ കേസ് ഓർമ്മയില്ലേ? ആഫ്റ്റർ അവേഴ്സ് കഴിഞ്ഞപ്പോ ഇതേ ആൾക്കാർ എന്നെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞാന് പണിയെടുക്കാൻ മാത്രമേ പണിയെടുക്കുള്ളൂ, അല്ലാത്ത സമയത്ത് ഇത് ജെന്യുവൻ ആക്ച്വലി. ഇത് കണ്ടാ അറിയാം നമുക്ക്. മറ്റേ ബോച്ചയുടെ കേസ് നമുക്ക് കാണുമ്പോൾ അറിയാം അത് കാശ് കൊടുത്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതല്ലാതെ കുറെ ടീംസ് അലൻ ജോസ് പെരേരയൊക്കെ വന്നിപ്പോ ഉണ്ടായിരുന്നു വീടിന്റെ ഫ്രണ്ടില് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട്. വീട്ടിന്റെ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം അവിടെ പോകുന്ന ബാക്കിയുള്ള ടീംസിന് നിലവാരം എന്തായിരിക്കും എന്നുള്ളത്. ഇതുണ്ടല്ലോ, എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതം തോന്നി എന്താണെന്ന് അറിയാവോ? നമ്മൾ ഈ ഭയങ്കര പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരാണ് എന്ന് നമ്മൾ കരുതുന്ന കുറേ ആൾക്കാരുണ്ടാവും. സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും അവർ സംസാരിക്കുന്ന പല സ്ത്രീപക്ഷ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഈ കേസ് വന്നപ്പോൾ ഇവരെല്ലാം മലക്കം മറിഞ്ഞു. അപ്പൊ നമ്മൾ അതിനെതിരെ സംസാരിക്കുമ്പോൾ എന്താ തെളിവ്? കോടതി പറഞ്ഞല്ലോ വെറുതെ വിട്ടുന്നു, പിന്നെന്താണ് നിങ്ങൾക്കൊക്കെ ഇത് സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? കോടതിയല്ലേ അവസാന വാക്ക്. അപ്പോ അത് സമ്മതിക്കാൻ എന്താണ്? ആക്ച്വലി പുരോഗമനം പറയുന്ന ആൾക്കാരാണ് കേട്ടോ ഇത് പറയുന്നത്. സാധാരണ ഒരു മനുഷ്യൻ ഈ പുരോഗമനം ഒന്നും പറയാത്ത ഒരാൾ ഇത് പറഞ്ഞാലും നമുക്ക് പിന്നെ മനസ്സിലാക്കാം ഇത് ഭയങ്കര പുരോഗമനവാദം പറഞ്ഞിങ്ങനെ മേളിൽ കൊണ്ടുപോകുന്ന ടീംസ് ഉണ്ട്. ഇവരാണ് ഈ സാധനം പറയുന്നത്. ഈ ധാർമ്മിക ബോധവും എവിഡൻസിൽ കാണുന്നതും മാസ് മൊഴിമാറ്റമൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് ലാസ്റ്റ് വന്ന കോടതി വിധി ഈ പ്രോസസ് ആണ്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ധാർമ്മിക ബോധവും ഈ പറഞ്ഞ 90s നൊസ്റ്റാൾജിയയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണിത്. അവിടെ 90s നൊസ്റ്റാൾജിയ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഹാഷ് വാല്യൂ മറ്റേതൊക്കെ കാറ്റിപ്പറ, അതൊന്നും വിഷയമല്ല. സാക്ഷി കൂറ് മാറി ഒരാൾ വന്ന് പറയുന്നു ഈ വിഷ്വൽസ് പുള്ളി അവിടെ വീട്ടിൽ നിന്ന് കണ്ടു ഒരാൾ വന്ന് സാക്ഷിയെ പറയുന്നു. അതൊക്കെ ബാലചന്ദ്രനെതിരെ ഉപയോഗിച്ച ഇത് ഇപ്പൊ പൾസർ സുനിക്ക് ഇവർ പറയുന്ന പൾസർ സുനിയാണല്ലോ ദിലീപിന്റെ പേര് പറഞ്ഞത്. പൾസർ സുനി ഭയങ്കര കാട്ട് ക്രിമിനലാണ്. ഒരു ക്രിമിനൽ പറയുന്ന കാര്യമാണോ നമ്മൾ കേൾക്കേണ്ടത്? அவங்க അങ്ങനെ ക്രിമിനലിന്റെ സ്വഭാവം കാണിക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ബാലചന്ദ്രന്റെ കേസിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് ദിലീപുമായിട്ട് അവന് പടം ചെയ്യാൻ താല്പര്യം ഉണ്ടാകും, പക്ഷെ ദിലീപ് ഡേറ്റ് കൊടുത്തില്ല. അതിന്റെ വാശിക്കാണ് ദിലീപ് കുറേയായിട്ട് കറക്കിച്ചു. അതിന്റെ വാശിക്ക് ദിലീപിനെ പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതെന്നാണ് ആ സമയത്ത് ബാലചന്ദ്രൻ ഈ സാധനം പുറത്തു പറഞ്ഞപ്പോൾ ഉള്ള മെയിൻ വാദം. ഈ ഫാൻസിന്റെ ഇയാളുടെ അഡ്മിറേഴ്സുള്ള ആൾക്കാരുടെ എല്ലാം മെയിൻ വാദം ഇതായിരുന്നു. ബാലചന്ദ്രൻ ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റിയില്ല, ദിലീപുമായിട്ട് കുറെ വർഷം പിറകെ നടന്നു, അതിന്റെ വാശി തീർക്കുന്നതാണ് എന്നതാണ് ആ സമയത്ത് വന്ന. അയാൾ സിനിമ ചെയ്യാൻ നടന്നിട്ടുള്ളൂ ദിലീപിന് പറയാം, അത് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അയാൾ പറയാതെ ഒരിടത്തും പറയാതിരുന്നിട്ടില്ല ഞാൻ ദിലീപിനെ സിനിമ ചെയ്യാനായിട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല. ദിലീപിന് കുറെ വർഷം 2014 തുടങ്ങിയ പരിചയമാണ് ദിലീപുമായിട്ട്. ആ സമയത്ത് പടം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്, ഇപ്പൊ ചെയ്യാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. അതൊക്കെ അയാൾ സമ്മതിക്കുന്നുണ്ട്, അയാൾ അതൊന്നും ഡിനൈ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സംഭവം ഇതാണ്, അത് അയാൾക്കെതിരെ അയാൾ സിനിമ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കള്ളക്കഥ വന്നു. മാത്രമല്ല ഈ ദിലീപിന്റെ വക്കീൽ രാമൻ പിള്ളയോ അതെന്നാണ് പുള്ളിയുടെ പേര്. ഈ പുള്ളിയാണ് മറ്റേ ഫ്രാങ്കോ മുളയ്ക്കൽ, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വക്കീല്. ഈ പുള്ളിയാണ് ബിഷപ്പ് ഫ്രാങ്കോ. അതെ, ട്രാക്ക് റെക്കോർഡ്, ഇങ്ങനത്തെ കൾപ്രിറ്റ്സിനെ പുറത്ത് കൊണ്ടുവന്ന ട്രാക്ക് റെക്കോർഡുള്ള ആളാണ്. എന്നാൽ ഈ
ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാര് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പുറത്തിറങ്ങിയപ്പോൾ അത് ജസ്റ്റിസ് ഡിനൈഡ് ആയിരുന്നു ആ സമയത്ത്. അത് കന്യാസ്ത്രീകൾക്ക് ജസ്റ്റിസ് ഡിനൈഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോ അത് ദിലീപ് ആകുമ്പോൾ അത് ജസ്റ്റിസ് ആണ്. ഒരേ വക്കീല്, ഒരേ ട്രാക്ക് റെക്കോർഡുള്ള ഒരേ വക്കീല് രണ്ടുപേർക്ക് വേണ്ടി ഒരേപോലെ വാദിച്ച് ഒരേ തരത്തിലുള്ള കേസ് എന്നാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് അവർക്ക് കന്യാസ്ത്രീകൾക്ക് ജസ്റ്റിസ് ഡിനൈഡ് ആയിരുന്നു. അന്ന് അവർ സപ്പോർട്ട് ചെയ്ത ഈ ക്രിസംഖ്യകളും കാസ ടീംസും പിന്നെ കുറെ ഭയങ്കര എക്സ്ട്രീം ക്രിസ്ത്യാനികളൊക്കെയാണ് സപ്പോർട്ട്. അല്ലാതെ ഒരു പൊതുസമൂഹം നോക്കുകയാണെങ്കിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് എതിരാണ് നിന്നിരുന്നത്. ആ പൊതുസമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പൊ ദിലീപിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അത് സെയിം ആണ്. ഒരേ വക്കീല്, ഒരേ തരത്തിലുള്ള കേസ്, രണ്ടുപേർക്കും ഒരേ വിധിയാണ് കിട്ടിയിരിക്കുന്നത്. മറ്റേ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ വരുമ്പോ അയ്യോ കിട്ടി, അവന് ജാമ്യം കിട്ടി, അതൊന്നും ശരിയായില്ല, വെറുതെ വിട്ടു. ദിലീപിന്റെ കേസ് വരുമ്പോ അയ്യോ ദിലീപ് പാവോ, ദിലീപ് കറക്റ്റ് ആയിരിക്കും, ദിലീപിനെതിരെ വന്ന വിധിയാണെങ്കിൽ അത് പ്രോപ്പറാണ്, അതിൽ പിന്നെ ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഈ ലെവലാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ചിന്ത പോകുന്നത്. കൺക്ലൂഷൻ എന്താ? കൺക്ലൂഷൻ ഇപ്പോ ഇതിവിടെ തീരുന്നില്ലല്ലോ, ഈ കേസ് ഇവിടെ തീരുന്നില്ല. ഈ കേസ് എന്തായാലും ഇനിയും മുമ്പോട്ട് പോകും. ഇതിപ്പം ഇവിടുത്തെ കീഴ്ക്കോടതിയിൽ ഒരു വിധി വന്നു, ദിലീപിനെ വെറുതെ വിട്ടു, ഇനി കുറ്റവിമുക്തനാക്കി എന്നതിന്റെ അർത്ഥം അത് അവിടെ കഴിഞ്ഞു എന്നല്ല. ഈവൻ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു എന്നതാണ് കേസ്. തെളിവുകളില്ല, അയാൾ കുറ്റക്കാരനല്ലെന്നൊന്നും ഒരിടത്തും തെളിഞ്ഞിട്ടൊന്നുമില്ല. തെളിവുകളില്ല, ഈ കേസ്, ഈ ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരാണ് പുറത്ത് അയാളെ വെറുതെ വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മേളിലും കോടതികളുണ്ടല്ലോ, അവിടേക്ക് പോവാം. ഇപ്പം എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം, സർക്കാർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ പോലും അതിജീവിതയ്ക്കൊപ്പം സർക്കാരുണ്ട്. സർക്കാർ അവരുടെ വേദികളിൽ അതിജീവിതയെ കൊണ്ടുവരുന്നുണ്ട്, അവിടെ അവർക്ക് വൻ സ്വീകരണം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം സർക്കാരിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, എം.വി. ഗോവിന്ദൻ ബൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഈ കേസ് കൊടുത്തിരുന്നില്ല, ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന്. അതുപോലെ പി രാജീവ്, ശിവൻകുട്ടി അടക്കമുള്ളവർ ഫേസ്ബുക്കുകളിലൂടെ എല്ലാം ഇത് ഇവിടെ തീരുന്നില്ല, സർക്കാർ ജീവിതയ്ക്കൊപ്പമാണ്, ഞങ്ങൾ ഇനി മേൽക്കോടതിയിലേക്ക് പോകും, ഈ കേസ് ഇവിടെ തീരുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇത് തീരുന്നില്ല, ഇനിയും ഇത് ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. ഇത് ഓൾറെഡി ആ അതിജീവിത പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെന്ന്. ഇതിനു മുമ്പ് 2-2.5 വർഷം മുമ്പ് തന്നെ അവർ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവരോട് ഇത് നിർത്താൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഇത് നിർത്തുന്നില്ല, സർക്കാരിന്റെ പിന്തുണയുണ്ട്, മേൽക്കോടതികളിലേക്ക് പോട്ടെ, അവിടെ എന്താണ് നടക്കുന്നത്, അവിടെയും ഇങ്ങനെ ടാമ്പറിങ്ങും എവിഡൻസ് മാറ്റലൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് നടക്കാൻ പോകുന്നത് കാണാൻ.